പറഞ്ഞാണെങ്കിലും കഴിഞ്ഞ ദിവസം ഫിസിക്കൽ എക്സാമിനേഷനകത്ത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഏത് പഠിച്ചു? ഇത് ബ്ലഡ് സൗണ്ട്സ് വരെയാണോ? ബ്ലഡ് സൗണ്ട്സ് വരെയാണോ? നോർമൽ ആൻഡ് അബ്നോർമൽ ബ്ലഡ് സൗണ്ട്സ് വരെയാണോ? നോർമൽ ആൻഡ് അബ്നോർമൽ ബ്ലഡ് സൗണ്ട്സ് വരെയാണോ കഴിഞ്ഞ ദിവസം പഠിച്ചത്? ആണോ? ആണോ? ആണോടെ? ആണോ? പറഞ്ഞില്ല പറഞ്ഞു. ആണോ? പറഞ്ഞേ. ആണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നോർമൽ ആൻഡ് അബ്നോർമൽ ബ്ലഡ് സൗണ്ട്സ് വരെയാണ്. നോർമലും അബ്നോർമലുമായിട്ടുള്ള ബ്ലഡ് സൗണ്ട്സ് പഠിച്ചത്. എല്ലാം പറഞ്ഞേ. പറഞ്ഞേ. കഴിഞ്ഞ ദിവസം നോർമലും അബ്നോർമലുമായിട്ടുള്ള ബ്ലഡ് സൗണ്ട്സ് പഠിച്ചു. അതെവിടെയാ പഠിച്ചത്? റെസ്പിറേറ്ററി ആണോ? നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണോ? കാർഡിയോ വാസ്കുലർ ആണോ? എവിടെയാ പഠിച്ചത്? നോർമലും അബ്നോർമലും ബ്ലഡ് സൗണ്ട്സ് പഠിച്ചത് റെസ്പിറേറ്ററി ആണോ? കാർഡിയോ വാസ്കുലർ ആണോ? നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ബ്ലഡ് സൗണ്ട്സ് പഠിച്ചത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണോ? കാർഡിയോ വാസ്കുലർ ആണോ? എനി അതർ സിസ്റ്റംസ് ആണോ? ആർക്ക് പറയാം? നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലഡ് സൗണ്ട്സ് പഠിച്ചത് കാർഡിയോ വാസ്കുലർ ആണോ? നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണോ? റെസ്പിറേറ്ററി ആണോ? എനി അതർ സിസ്റ്റംസ് ആണോ? ഏതാണ്? ഫൗണ്ടേഷൻ. നഴ്സിംഗ് ഫൗണ്ടേഷനിലെ അതുവരെ പഠിച്ചപ്പോൾ മനസ്സിലായി കാണും പഠിക്കുന്നത് കറക്റ്റ് ഓർഡറിലാണോ? പഠിക്കുന്ന രീതി ഒരു ഓർഡറിലാണോ? എങ്ങനെ മനസ്സിലായി? അത് എങ്ങനെ മനസ്സിലായി? ആദ്യം എന്താ പഠിച്ചത്? ഫൗണ്ടേഷനകത്ത് ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ആദ്യം എന്താ പഠിച്ചത്? ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ആദ്യം എന്താ പഠിച്ചത്? അത് ഹെഡ് അല്ലേ? ഇത് ഹെഡ് പഠിച്ചില്ലേ? ഹെഡിൽ എന്താ പഠിച്ചു? ഹെഡിൽ പഠിച്ചു സ്ട്രക്ചേഴ്സ് പഠിച്ചു, ഐസ് പഠിച്ചു, നോസ് പഠിച്ചു, ത്രോട്ട് പഠിച്ചു. ശരിയല്ലേ? അങ്ങനെ താഴോട്ട് വരുമ്പോ അടുത്ത ഏതാ? ആണോ? പറയ്. ആണോ? ഇങ്ങനെയാണോ? കറക്റ്റ് ഓർഡറിലാണോ? സോ നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ചാപ്റ്ററിനകത്ത് നമ്മൾ കറക്റ്റ് ഓർഡറിലാണ്. നിങ്ങൾ പലയിടത്ത് പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പല ഭാഗത്തും അല്ലെ പല സിസ്റ്റങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ പല ഭാഗത്തായിട്ട് വ്യത്യസ്തമായി പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഒരുമിച്ചായിട്ട് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ഒരു ചാപ്റ്ററിനകത്ത് ഒരുമിച്ച് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. അവസാനം എവിടെ എത്തി? അവസാനം പഠിച്ചെവിടെ? കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തിയ എവിടെയാ? ബ്ലഡ് സൗണ്ട്സ് അല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തിയ എവിടെയാ? ബ്ലഡ് സൗണ്ട്സ് ചാപ്റ്റർ ആണ്. റൈറ്റ്, ശരിയല്ലേ? അവിടെ നമ്മൾ നിർത്തി. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എവിടെയാ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാം പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്താ. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. എന്താ തന്നെ സൗണ്ട്സിനകത്ത് തന്നെ ഒരു കാര്യമാണ്. സൗണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം നോർമലും അബ്നോർമലും കണ്ടില്ലേ? ഇത് ബ്ലഡ് സൗണ്ട്സ് നോർമലും അബ്നോർമലും കണ്ടില്ലേ? ഇത് ലങ്സിനകത്ത് വരുന്നതാണോ? നോക്കാം. എന്താണ് പൾമറി ഫങ്ഷൻ ടെസ്റ്റ്? എന്താണ് പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ആർക്ക് പറയാം? എന്താണ് പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ആർക്ക് പറയാം? ഇനിയും ആർക്ക് പറയാം? എക്സാമിന് ചോദിക്കും, ചോദ്യം വരും. കാരണം എക്സാമിൽ ചോദ്യം വരും. സ്ഥലം പറഞ്ഞു കേട്ടെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന പൾമറി ഫങ്ഷൻ ടെസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ പേര് അറിയാമോ? ആ ചാപ്റ്ററിന്റെ പേരാണ്
the lung volumes and lung capacities. Exam എല്ലാ എക്സാമിനും ചോദ്യം വരും the lung volumes and the lung capacities. എവിടെയെങ്കിലും ഈ ഒരു ചാപ്റ്ററിനെ പറ്റി അറിയാമോ? റെസ്പിറേറ്ററി പഠിക്കുന്ന കാര്യമാണ്. റെസ്പിറേറ്ററി പഠിക്കുന്ന കാര്യമാണ് the lung volumes and the lung capacities അല്ലേ? the lung volumes the lung capacities. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? എക്സാമിന് ചോദിക്കും. എല്ലാ എക്സാമിനും ഒരു ചോദ്യ സ്ഥലമാണ്. എല്ലാ എക്സാമിനും നമ്മുടെ സ്റ്റാഫ് നേഴ്സ് എക്സാംസിന് എല്ലാ എക്സാമിനും ഒരു ചോദ്യ സ്ഥലമാണ് the lung volumes and the lung capacities. അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? അറിയാമോ? the lung volumes ഏതൊക്കെയാണ് and the lung capacities ഏതൊക്കെ അറിയാമോ? ഇത് പഠനം എവിടെയാ? പൾമറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് അസസ്മെന്റിലാണോ, നഴ്സിംഗ് അസസ്മെന്റിലാണോ, ഓർ ഡയഗ്നോസിലാണോ, ഇവാലുവേഷനിലാണോ വിടുന്നത്? ഇത്ര ദിവസം പഠിക്കുന്ന കാര്യത്തിൽ നഴ്സിംഗ് ഇതിപ്പോ പറഞ്ഞ പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് അസസ്മെന്റിൽ വരുന്നതാണോ, ഓർ ഡയഗ്നോസിൽ വരുന്നതാണോ? എവിടെ വരുന്നേ? അസസ്മെന്റിനകത്ത് വരുന്നതല്ലേ? നഴ്സിംഗ് അസസ്മെന്റിനകത്ത് വരുന്നതല്ലേ? നഴ്സിംഗ് അസസ്മെന്റിനകത്ത് വരുന്ന ഒരു കാര്യമല്ലേ ഈ പറഞ്ഞ പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ശരിയാണോ അല്ലയോ? നഴ്സിംഗ് അസസ്മെന്റിനകത്ത് വരുന്ന ഒരു ചാപ്റ്റർ അല്ലേ പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ചോദ്യം വരും. ഒരു ചോദ്യം എല്ലാ കേരള PC എക്സാമിൽ ചോദിക്കുന്നതാണ്. എന്താണ് പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? വലിയ കാര്യമൊന്നുമില്ല, പഠിക്കാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല, പഠിക്കാൻ വേണ്ടി വലിയൊരു കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത്ര ദിവസം പഠിച്ചെന്നറിയാലോ. ഇത്ര ദിവസം എന്റെ ക്ലാസ് പഠിച്ച ആൾക്കാർക്ക് അറിയാം ഓരോ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുന്നത്. ശരിയല്ലേ? ഓരോ കാര്യങ്ങളും ഓരോ ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ട് ഒരു നോട്ടും അത് ക്ലാസ് ടൈമിൽ എഴുതാതെ ശേഷം കൃത്യമായി പഠിച്ചു പോകുന്ന ആൾക്കാരല്ലേ. പിന്നെ എഴുതിക്കോ, ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതാം, ആഫ്റ്റർ ക്ലാസ് നോട്ട് എഴുതാം. അത് ശരി, അത് ക്ലാസ് ടൈമിൽ നോട്ട് എഴുതാൻ പാടില്ല. ശരിയല്ലേ? അത് ക്ലാസ് ടൈമിൽ നോട്ട് എഴുതാൻ പാടില്ല. കാരണം അറിയാമല്ലോ. അറിയാമോ? ഒന്ന് മനസ്സിലാവൂടെ? മനസ്സിലാവില്ല. ഒരു സാറ് സ്കൂളിലോ +2-ലോ +1-ലോ അത് 10ാം ക്ലാസ്സിലോ കോളേജിലോ സാർ ഫ്രണ്ടിൽ നിൽക്കുന്നു. സാർ പഠിപ്പിക്കുന്ന സമയത്ത് സ്പീഡിൽ ക്ലാസ് നോട്ട് എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ആ ക്ലാസ് കൃത്യം പഠിക്കാറുണ്ടോ? സാറ് മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ ക്ലാസ് നോട്ട് എഴുതുന്ന സ്പീഡ് മാത്രമേ കൂടാറുള്ളൂ. ആ നോട്ട് എഴുതുന്ന എത്രയും പെട്ടെന്ന് എഴുതണം അല്ലേ? ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് എഴുതിക്കണം. പിന്നെ രാത്രി വന്നിട്ട് എന്താണ് ഈ പറഞ്ഞ ഹോസ്റ്റലിലോ വീട്ടിൽ വന്നിട്ട് അത് വായിക്കാറുണ്ടോ? അന്ന് പഠിപ്പിച്ച കാര്യം ഹോസ്റ്റലിലോ വീട്ടിൽ വന്നിട്ട് പഠിക്കാറില്ല. അത് എക്സാം ടൈം പഠിക്കും അല്ലേ? എക്സാം ടൈം പഠിക്കും. പക്ഷെ നമുക്കത്ര സമയമുണ്ടോ? നമുക്ക് അത്രയും സമയമുണ്ടോ? സ്പോട്ടിൽ കാര്യം മനസ്സിലാക്കി പോണ്ടേ? അത് പ്രസന്റ് ടൈമിൽ കാര്യം മനസ്സിലാക്കി പോകണം. അത് പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ വെക്കാൻ പാടില്ലല്ലോ. ശരിയല്ലേ? നാളെ പഠിക്കാം. ഇന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു, നാളെ ആ നോട്ട് പഠിക്കാം. ശരിയല്ലേ? പറ്റോ? ഇല്ല. നാളെ പഠിക്കാം. വേണോ? വേണ്ട. സോ the pulmonary function test ഒന്നും എഴുതരുതേ. കമ്പ് കിട്ടിയ എഴുതുന്ന ആൾക്കാരെ ഓടിച്ചടിക്കും. കമ്പൊന്നും ഇല്ലല്ലോ ഇവിടെ, എന്റെ വാക്ക് മാത്രമേ ഉള്ളൂ. സൂക്ഷിക്കുക. the pulmonary function test എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയുള്ളതാണ്? the pulmonary function test എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയുള്ളതാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണോ? പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണോ? ആണോ? പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് അല്ലേ? ആണോ? പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ഉള്ളത്. ആലോചിച്ച് നോക്കി, പഠിക്കുന്നത് റെസ്പിറേറ്ററി ആണോ ഫൗണ്ടേഷൻ ആണോ?
നമ്മൾ പഠിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണോ നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണോ? ഫൗണ്ടേഷൻ, നഴ്സിംഗ് ഫൗണ്ടേഷൻ, നഴ്സിംഗ് ഫൗണ്ടേഷൻ, ഫൗണ്ടേഷൻ. സോ റെസ്പിറേറ്ററി സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? റെസ്പിറേറ്ററി സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? ചോദിക്കും. പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് പേര് ഏതോ ഒരു എക്സാമിന്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സ്പൈറോമീറ്റർ ആണോ? സ്പൈറോമീറ്റർ ആണോ? സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ ആണോ? സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ ആണോ? കഴിഞ്ഞ എക്സാമിന് ചോദ്യം ഇതായിരുന്നു. ദ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ ആണോ? 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 അവിടെ പറഞ്ഞേ. ആണല്ലേ? അത് മറക്കരുത്, ചോദ്യം കേട്ടോ. പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് പേര് കഴിഞ്ഞ എക്സാമിൽ ചോദ്യം ഇതായിരുന്നു. സ്പൈറോമീറ്റർ ഓർ റെസ്പിറോമീറ്റർ എപ്പോഴും പൾമറി ഫംഗ്ഷൻ ടെസ്റ്റിൽ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ആ നോട്ട് എഴുതുന്നില്ലല്ലോ. നോട്ട് എഴുതരുത്. എഴുതോടെ ആരെങ്കിലും നീ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അത് എഴുതോ നോട്ട് ക്ലാസ് ടൈം എഴുതരുത്. ഇല്ല, എഴുതരുത്. ഒരു ഹെഡ്സെറ്റോ വച്ച് ഒറ്റയ്ക്ക് ഇരിക്കല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോ ആ ബെഡിൽ പോയി കിടക്കരുത്, ഇരിക്കുക. ഇരുന്നാലേ കോൺസെൻട്രേഷൻ ഒരു കിടക്കരുത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് അത് ഇതിനാ ചെയ്യുന്നത്. പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത്? ലങ്സിൽ നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്തത്? ചോദ്യമാണ്. അവിടെ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാ? എന്തോ ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ലങ് വോളിയംസും ലങ് കപ്പാസിറ്റിയുമാണ്. ഒരാൾക്ക് നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ലങ് വോളിയംസും ലങ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണോ? ലങ് വോളിയംസും ലങ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണോ? ലങ് വോളിയംസും ലങ് കപ്പാസിറ്റി മെഷർ ചെയ്യണോ? ആണല്ലേ? ദ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഒരാളുടെ ലങ് വോളിയംസും ലങ് കപ്പാസിറ്റീസും മെഷർ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ ചാപ്റ്റർ ഫസ്റ്റ് ഇതായിരുന്നു. നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് വരുന്ന എന്താണ് പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ്. എല്ലാ എക്സാമിനും ഒരു ചോദ്യം എപ്പോഴും കേരള PC എക്സാം ചോദിക്കും. ചോദ്യം അറിയാമോ? ചോദ്യങ്ങൾ പറഞ്ഞിട്ടെ. നിങ്ങൾ എല്ലാവരും ഇത് ടൈഡർ വോളിയം എന്നും ഇത് റെസിൽ വോളിയം എന്നും IRV എന്നും ERV എന്നും ചോദ്യം കണ്ടിട്ടുണ്ടോ? റെസിഡൽ വോളിയം എന്നും IRV ERV എന്ത് RV ഉണ്ടോ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നും എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്നും ടൈഡൽ വോളിയം എന്നും എല്ലാവരും ഏതെങ്കിലും ചോദ്യ പേപ്പറിൽ അത് ചോദ്യം കണ്ടിട്ടുണ്ടോ? ഞാൻ വളരെ വ്യക്തമായിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കുക. ശരിയല്ലേ? ഞാൻ അവിടുന്ന് ഇവിടുന്ന് പഠിപ്പിക്കുന്ന ഒരാളല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കണ്ട ആൾക്കാർ അറിയാം. ഞാൻ അവിടുന്നും ഇവിടുന്നും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരാളല്ല. ഇത്രയും മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളല്ല. പഠിക്കുകയാണെങ്കിൽ വളരെ ഇൻഡെപ്തായി പഠിക്കുക. ശരിയല്ലേ? പഠിക്കുകയാണെങ്കിൽ വളരെ ഇൻഡെപ്തായി പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ നിൽക്കരുത്. സോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ഒരാൾക്ക് പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? അതും ചോദിക്കും. അവിടെ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് എപ്പോഴും ലങ് വോളിയംസും ലങ് കപ്പാസിറ്റീസും മെഷർ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. 3 പോയിന്റ് കിട്ടിയോ? 3 പോയിന്റ് കിട്ടിയോ?
കിട്ടിയോ? 3.4 പറയണം. കിട്ടിയോ? കിട്ടി. കഴിഞ്ഞ ദിവസം എത്ര ക്വസ്റ്റ്യൻ കിട്ടി? എത്ര ക്വസ്റ്റ്യൻ കിട്ടി? എത്ര ചോദ്യം കിട്ടി? 33 അല്ലേ? 33 31ആണോ? ഈ വെച്ചുകാർക്ക് 33 കിട്ടി. ആർക്കെങ്കിലും കിട്ടാതെ ഉള്ള ആൾക്കാരോ മിസ്സായവരോ എനിക്കൊരു ജസ്റ്റ് മെസ്സേജ് ഇടുക. രാത്രിയോ പകലോ ഏർലി മോർണിംഗോ 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ AM PM ഇടുമല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടാൽ കിട്ടുമല്ലോ. കിട്ടണം. ഞാൻ ഉണ്ടായിരിക്കും. അറിയാമല്ലോ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അവർക്ക് സ്പോട്ട് ഇട്ടിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയോ പകലോ നോക്കാതെ ഏർലി മോർണിംഗോ നൈറ്റോ നോക്കാതെ ഇട്ടിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് കാരണമുണ്ട്. ഒരു കാരണമെന്നറിയാമോ? ഒരാൾ പഠിക്കാൻ ഇരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്റെ അവർ കളയും. ഒരാൾ പഠിക്കുവാൻ ഇരിക്കുവാണെന്ന് അറിയുമ്പോൾ സാർ കുറച്ച് മിസ്സായി പോയി, എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി, വീട്ടുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പഠിക്കുകയോ ഇരിക്കും തോന്നി. അപ്പൊ പിന്നെ ഉറക്കം പോകും. ആരെങ്കിലും ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉറക്കം പോകും. എന്നറിയാമോ? ഇരിക്കല്ലേ, പഠിക്കാൻ വേണ്ടി ഇരിക്കല്ലേ, കഷ്ടപ്പെടിക്കല്ലേ. അല്ലാതെ പഠിക്കാതെ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കില്ല. പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് സഹായം വേണേൽ ചെയ്യും. ഓക്കെ, എന്ത് സഹായം വേണേൽ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മളെപ്പോഴും ലങ് വോളിയംസും ലങ് കപ്പാസിറ്റി നോക്കാൻ വേണ്ടി എപ്പോഴും പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു വാക്ക് കിട്ടിയല്ലോ. ലങ് വോളിയംസും ലങ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ നമ്മളെപ്പോഴും പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അറിയണം എന്താണ് ലങ് വോളിയം, എന്താണ് ലങ് കപ്പാസിറ്റി. ആ ലങ് വോളിയം ലങ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ രണ്ട് വാക്ക് വന്നു. എന്താണ് ലങ് വോളിയം, എന്താണ് ലങ് കപ്പാസിറ്റി, വ്യത്യാസം എന്താ അറിയാൻ അറിയില്ല. ലങ് വോളിയംസ് എന്ന് പറഞ്ഞാൽ എന്താ? ലങ് വോളിയംസ് എന്ന് പറഞ്ഞാൽ എന്താ? പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ എപ്പോഴും ലങ് വോളിയംസും ലങ് കപ്പാസിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അവിടെ രണ്ട് വാക്കുണ്ട്. എന്താണ് ലങ് വോളിയം, എന്താണ് ലങ് കപ്പാസിറ്റി. എന്തായിരിക്കും ലങ് വോളിയംസ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയംസ്, ലങ് വോളിയംസിന് എന്തൊക്കെ വരും? ഇതൊക്കെ വരും. ലങ് വോളിയം എന്ന് പറയുന്നത് എന്താ? വോളിയം എന്ന് പറയുന്നത് വോളിയം. ലങ് വോളിയം എന്ന് പറയുന്നത് എന്താ? സാധാരണ ഇത് നോർമൽ ലങ്ങിനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എയറാണോ? ആണോ? ദ ലങ് വോളിയം, നോർമൽ ലങ് എന്ന് പറയുമ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താ? നോർമൽ ലങ്ങിനെ അക്യുമുലേറ്റ് ചെയ്യാനോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ദ വോളിയം ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ലങ് വോളിയംസ് അല്ലേ. നോർമൽ ലങ്ങിനെ അക്യുമുലേറ്റ് ചെയ്യാനോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ദ വോളിയം ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ലങ് വോളിയം അല്ലേ. ലങ് വോളിയം അല്ലേ. നോർമൽ ലങ്ങിനെ എത്രത്തോളം ഈ പറഞ്ഞ இந்த എയറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഓർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതല്ലേ ലങ് വോളിയം. ലങ് കപ്പാസിറ്റി എന്താ? ലങ് കപ്പാസിറ്റി എന്താ? എത്രത്തോളം ലങ്ങിനെ இந்த എയർ അകത്ത് കയറ്റി വലിച്ചു നീട്ടപ്പെടുന്നതാണോ? എത്രത്തോളം ലങ്ങിന് എയർ അകത്തേക്ക് കയറ്റി വലിച്ചു നീട്ടാൻ പറ്റുന്നതാണോ? എയർ പാസ് ചെയ്തുകൊണ്ട് ലങ്ങിനെ എത്രത്തോളം ആ ലങ്ങിൽ വലിച്ചു നീട്ടപ്പെടുന്നതാണോ? ലങ് കപ്പാസിറ്റി ആണോ? വ്യത്യാസതാണോ? ആണോ? ചോദിക്കും ആണോ? ലങ് വോളിയം എന്ന് പറഞ്ഞാൽ നോർമൽ ലങ്ങിനെ എത്രത്തോളം എയറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ലങ് വോളിയം എന്ന് പറയാം. ആ ലങ് കപ്പാസിറ്റി എന്ന് പറയണമെങ്കിൽ എത്രത്തോളം ലങ്ങിന്റെ വലിച്ചിടാൻ പറ്റും, എയർ അകത്തേക്ക് ലങ് എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റുമെന്ന എന്തായിരിക്കും? ലങ് കപ്പാസിറ്റി അല്ലേ. മാക്സിമം എയറിനെ അകത്തേക്ക് വലിച്ചിടാൻ പറ്റിക്കഴിഞ്ഞാൽ ലങ് കപ്പാസിറ്റി അല്ലേ? കപ്പാസിറ്റി അല്ലേ?
അതാ വ്യത്യാസം. അതാണ് മെയിൻ വ്യത്യാസം. ക്ലിയർ ആയോ? മെയിൻ വ്യത്യാസം അതാണ്. ലങ് വോളിയത്തിന്റെയും ആ ലങ് കപ്പാസിറ്റിയുടെ മെയിൻ വ്യത്യാസം എന്താ? ലങ് വോളിയം എന്ന് പറയാൻ എന്താ? നോർമൽ ലങ്ങിന് എത്രത്തോളം ഇത് എയറിനെ അവിടെ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അത് വോളിയം എന്ന് പറയാം. കപ്പാസിറ്റി എന്ന് പറയാൻ എന്താ? എന്തായിരിക്കും? എത്രത്തോളം ലങ്ങിനെ വലിച്ചെടുക്കൊണ്ട് എയർ അകത്തേക്ക് പാസ് ചെയ്യാൻ പറ്റുമല്ലേ, അത് ലങ് കപ്പാസിറ്റീസ് എന്ന് പറയാം. രണ്ട് വാക്കിന്റെയും വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായോ? ലങ് വോളിയം, ലങ് കപ്പാസിറ്റീസും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോ ആ പറഞ്ഞ ലങ് വോളിയത്തിനെയും ആ ലങ് കപ്പാസിറ്റിയും നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? ആ പറഞ്ഞ ലങ് വോളിയം ആ ലങ് കപ്പാസിറ്റിയും നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ അല്ലേ? സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ വിളിക്കാം. ഇനി അതേ ലങ് വോളിയത്തിന്റെയും ലങ് കപ്പാസിറ്റിക്കും ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താ? അതേ ലങ് വോളിയത്തിന്റെയും ലങ് കപ്പാസിറ്റിയുടെയും ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരെന്താ? പൾമറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആയോ? ഫസ്റ്റ് സ്ലൈഡിലുള്ള കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ. യെസ്. ഇനി എന്താ ലങ് വോളിയം? ഏതൊക്കെയുള്ള ലങ് വോളിയം? നിങ്ങൾക്ക് അറിയാവുന്ന ലങ് വോളിയംസിന്റെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന ലങ് വോളിയംസിന്റെ പേര് പറഞ്ഞു. കുടിയേറി നിങ്ങൾക്കറിയാവുന്ന ലങ് വോളിയംസിന്റെ പേര് പറഞ്ഞു. ഓരോരുത്തർക്കും അറിയാവുന്ന ലങ് വോളിയംസ് ഏതൊക്കെയാ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇത് നോർമൽ ലങ്ങിന് അവിടെ എത്രത്തോളം വോളിയം എയർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ലങ് വോളിയമാണ്, കപ്പാസിറ്റി ആണ്. നോർമൽ ലങ്ങിന് എത്രത്തോളം വോളിയം ഓഫ് എയർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ലങ് വോളിയമാണോ കപ്പാസിറ്റി ആണോ? നോർമൽ ലങ്ങിന് എത്രത്തോളം എയർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ലങ് വോളിയമാണോ കപ്പാസിറ്റി ആണോ? വോളിയം. വോളിയം ശരിയല്ലേ? വോളിയം അല്ലേ? ഇതായിരുന്നു കേരള PC എക്സാം പ്രീവിയസ് ചോദ്യം. സോ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ലങ് വോളിയംസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലങ് വോളിയംസിനകത്ത് ഏതൊക്കെ ലങ് വോളിയം? ഏതൊക്കെയാണ് ലങ് വോളിയം? ഏതൊക്കെയാണ് ലങ് വോളിയം? ഏതൊക്കെ ലങ് വോളിയം പറഞ്ഞേ? ഏതൊക്കെയാണ് ലങ് വോളിയം? ഏതൊക്കെയാ ലങ് വോളിയം? IRV, ERV, RV, EV ഉണ്ടോ? അതൊക്കെ IRV എന്നും ERV എന്നും VT ഉണ്ടോ? VT ഉണ്ടോ? VT ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം ടൈഡൽ വോളിയം എന്താ. ഇത് പഠിക്കുമ്പോൾ ഞാൻ പറയുന്ന മലയാളം എക്സ്പ്ലനേഷൻ അത് കൃത്യമായി ഓർമ്മിക്കും. ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന മലയാളം എക്സ്പ്ലനേഷൻ അത് അതുപോലെ ഓർമ്മിക്കും. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കാറ് ഇത്രയും വർഷം എല്ലാവരും ഇത് കാണാതെ പഠിക്കാറ്. ലാസ്റ്റ് നിമിഷം ആകുമ്പോൾ ഇത് കാണാൻ പഠിക്കാറില്ലേ? പഠിക്കും. അത് എന്താണെന്ന് പഠിക്കാതെ അവിടുത്തെ വാല്യൂ മാത്രം കാണാൻ പഠിച്ചിട്ടുണ്ടോ? അത് എന്താണെന്ന് പഠിക്കാതെ അവിടുത്തെ വാല്യൂ മാത്രം അത് മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അല്ലെ? ആദ്യം വായിച്ചു വെക്കും എന്താണ് ടൈഡൽ വോളിയം, അതാണ്. പക്ഷെ മറന്നു പോകാറുണ്ട്. ഇനി അതിന്റെ വാല്യൂ പഠിക്കുക, അതെങ്കിലും ഓർമ്മ ഇരിക്കുമല്ലോ അല്ലെ? ഇനി അതിന്റെ വാല്യൂ എങ്കിലും ഓർമ്മ ഇരിക്കുമല്ലോ. എനിക്ക് അങ്ങനെയും ഓർമ്മ വരുമല്ലോ. പക്ഷെ എൻ്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ ആ വാല്യൂ മാത്രമല്ല അത് എന്താണെന്ന് കൂടി പഠിച്ചിരിക്കും. സോ നോക്കാം. ലങ് വോളിയംസിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യം ടൈഡൽ വോളിയം.
ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ സിമ്പിൾ അറിയാം. നിങ്ങളെ നോർമൽ ഇരിക്കുന്ന ആളാണോ? നിങ്ങൾ നോർമലി ഇരിക്കുന്ന ഒരാൾ ഇപ്പോൾ സത്യം പറയും, നോർമലി ഇരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ, നോർമലാണ്. ആ നോർമൽ സമയത്ത് ഇൻസ്പിറേഷനും എക്സ്പിറേഷൻ ചെയ്യാറുണ്ടോ? നോർമലി ഇരിക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുന്ന ഇൻസ്പിറേഷനും എക്സ്പിറേഷൻ ഉണ്ടോ? ആ ഓഡിയോ എന്താ? നോർമൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തുമുള്ള ഓഡിയൻസിനെ പറയുന്ന പേരെന്താ? നോർമലി ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഇൻസ്പിറേഷനും എക്സ്പിറേഷൻ സമയത്തുള്ള വോളിയം എന്താ? ടൈഡൽ വോളിയം ആണോ? ഒരു ക്വയറ്റ് എക്സ്പിറേഷൻ അല്ലെ, ഒരു ക്വയറ്റ് റെസ്പിറേഷനിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്നത് എക്സിൽ എന്നാണോ? അല്ലെ, സാധാരണഗതിയിൽ. അതായത് നോർമൽ റെസ്പിറേഷൻ സമയത്ത് നമ്മൾ നോർമലി ഇൻഹേൽ ചെയ്യുന്നതും ആൻഡ് എക്സ്ഹേൽ ചെയ്യുന്നതുമായിട്ടുള്ള വോളിയം ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? നോർമലി നിങ്ങൾ ഇപ്പൊ ഇരിക്കുകയാണ്, ആണോടെ? നോർമൽ ഇരിക്കുകയാണ് ആണോ? നോർമലി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേൽ ചെയ്യുന്നതും ആയിട്ടുള്ള എയറിനെ പറയുന്ന പേരെന്താ? എന്തായിരിക്കും ഇതിന്റെ ഓളി എന്താ? ചുമ്മാ നോർമലി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്നതും ആൻഡ് എക്സ്ഹേൽ ചെയ്യുന്നതുമായിട്ടുള്ള എയറിന്റെ വോളിയത്തിനെ പറയുന്ന പേരെന്താ? ടൈഡൽ വോളിയം. അറിയാൻ പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഈ ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുണ്ടോ? നോർമൽ ഇരിക്കുമ്പോൾ സാധാരണ റെസ്പിറേഷൻ, സാധാരണ നോർമൽ റെസ്പിറേഷൻ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നതും ആൻഡ് എക്സ്ഹേൽ ചെയ്യുന്നതുമായിട്ടുള്ള വോളിയം ഓഫ് എയറിനെ പറഞ്ഞ പേരെന്താ? ടൈഡൽ വോളിയം എന്ന് പറയാം. നോർമൽ ടൈഡൽ വോളിയം എത്രയാ? അതറിയാം, 500 ml അല്ലേ? നോർമൽ ടൈഡൽ വോളിയം എത്രയാ? 500 ml അല്ലേ? നോർമൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 ml ആണ് അല്ലേ? ഒരു നോർമൽ ലങ് ഇൻഹേൽ ചെയ്തതും ആൻഡ് എക്സ്ഹേൽ ചെയ്തതുമായിട്ടുള്ള വോളിയം ഓഫ് എയർ എത്രയാ? 500 ml അല്ലേ? ഒരു നോർമൽ ലങ് ഇൻഹേൽ ചെയ്തതും ആൻഡ് എക്സ്ഹേൽ ചെയ്തതുമായിട്ടുള്ള എയർ എത്രയാ? 500 ml അല്ലേ? അത് എക്സാമിന് സമയത്ത് ഇൻഹലേഷൻ കൂടോ ആൻഡ് എക്സലേഷൻ കൂടോടെ? എക്സാമിന്റെ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഇൻഹലേഷൻ കൂടെ ആൻഡ് എക്സലേഷൻ കൂടും. ആ ചോദ്യ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് ഒരു നീണ്ട ശ്വാസം വിടും. ചോദ്യ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് നീണ്ട ഇട്ടുണ്ടോ അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് ഒരു നീണ്ട ശ്വാസം വലിച്ച് ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും? എക്സാം ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് ഒരു നീണ്ട ശ്വാസം, അയ്യോ ഇതും കഴിഞ്ഞു അല്ലേ? ഇതും കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു ഞാൻ ഹസ്ബൻഡ് പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു? സർക്കാർ ജോലിയോട് മാത്രമേ തിരിച്ചു വരുള്ളൂ അല്ലേ? എന്തൊക്കെ പോരാട്ടമായിരുന്നു, ശരിയല്ലേ? ഞാൻ തിരിച്ചു വരുന്നത് ജോലി കൊണ്ടായിരിക്കും, ആണോ? നീണ്ടൊരു ശ്വാസം മാത്രമായിരിക്കും എക്സാം ഹാളിൽ ഇതുവരെ സത്യമല്ലേ? ആരെയുണ്ടോ? ആരെങ്ങനെ ഉണ്ടോ? മിക്കവാറും ഇപ്പൊ എക്സാം കിട്ടുന്നത് ആ ഒരു സ്കൂളിന്റെ ഇത് രണ്ടാമത്തെ ബിൽഡിംഗ് ആയിരിക്കും അല്ലേ? സ്കൂളിന്റെ ഏറ്റവും മുകളിലൊക്കെ ആയിരിക്കും, സ്കൂളിന്റെ ഏറ്റവും മുകളിലായിരിക്കും അല്ലെ? 2ാം നില ഇരുന്നുകൊണ്ട് ആ ചെടിയും മരത്തിൽ നിൽക്കൊണ്ട്, ദൂരെയുള്ള മരത്തിൽ നിൽക്കൊണ്ട് നീണ്ട ശ്വാസം കൊടുക്കും. അടുത്ത എക്സാം ശരിയല്ലേ? ചില സമയത്ത് എക്സാം കിട്ടുന്നത് 2ാം നിലയിൽ സൈഡിലായിരിക്കും. അവിടെ കുറെ മരം കാണാം, അങ്ങോട്ട് നോക്കിക്കൊണ്ട് അടുത്ത എക്സാം ആവട്ടെ. ഞാൻ വീട്ടിൽ പോയി എന്ത് പറയും? കിട്ടുമെന്ന് പറയാല്ലേ? തൽക്കാലത്തേക്ക് എനിക്ക് കിട്ടും പറയാം. ബാക്കിയുള്ള കാര്യം 6-7 മാസം കഴിഞ്ഞിട്ടല്ലേ? ബാക്കിയുള്ള കാര്യം 6-7 മാസം കഴിഞ്ഞിട്ടല്ലേ അല്ലേ? അതുവരെ പോവാ. അനുപണ്ടോ പുറത്ത് ജനൽ നോക്കിയിട്ട് കറക്റ്റ് ആണോടെ? എങ്ങനെ സാധിക്കും ഇതൊക്കെ കറക്റ്റായി പറയണ്ടേ? എങ്ങനെ സാധിക്കും കറക്റ്റായി പറയാം. നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? സത്യമല്ലേ? ആ പുറത്ത് നോക്കിക്കൊണ്ട്
ആ ഒരു ഇതിന്റെ മരം കാണാം. സ്കൂളിലെല്ലാം വലിയ മരമുണ്ട്, സ്കൂളിലെല്ലാം വലിയ മരമുണ്ട്. അതും 2ാം നാളിലാണെങ്കിൽ അവിടെ കുറച്ച് വലിയ ദൂരത്ത് കാണും. അവിടുത്തെ മരവും കാക്കയും നോക്കിക്കൊണ്ട് അടുത്ത എക്സാമിനെങ്കിലും കിട്ടാം. 20 ചോദ്യം കഴിഞ്ഞു, 5 എണ്ണം അറിയാം, 15 തെറ്റി. അതും നെഗറ്റീവ് മാർക്ക് കൂടുതൽ. എനിക്ക് വെറുതെ വിട്ടുകൂടെയാണ് ചില ക്വസ്റ്റ്യൻസ്, അതുപോലും വെറുതെ വിട്ടില്ല, എല്ലാം കറക്കി കുത്തി വെച്ചു. പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ചൊക്കെ അറിയാം, പക്ഷെ നെഗറ്റീവ് മാർക്ക് കൂടുതലാണ്. പക്ഷെ നെഗറ്റീവ് മാർക്ക് കൂടുതലായിപ്പോയി. കുറെ ഉത്തരം അറിയായിരുന്നു, പക്ഷെ എഴുതിയത് ഫുള്ള് നെഗറ്റീവ് ആയിപ്പോയി. അന്നേ പറഞ്ഞു സാർ, എഴുതണ്ട, അറിയാവുന്നത് മാത്രം ആദ്യം എഴുതുക. ഫസ്റ്റ് റൗണ്ടിൽ അറിയാവുന്ന കാര്യം മാത്രം ആദ്യം എഴുതുക. 2ാമത്തെ റൗണ്ടിൽ അവിടെ 2 ഓപ്ഷൻ ഡൗട്ട് വന്ന് എഴുതുക. 3ാമത്തെ റൗണ്ടിൽ 3 ഓപ്ഷൻ ഡൗട്ട് വന്ന് എഴുതുക. 4ാമത്തെ നോക്കുന്ന സമയത്ത് ഒട്ടും അറിഞ്ഞുകൂടെങ്കിൽ വിടുക. 60 എങ്കിൽ 60, 70 എങ്കിൽ 70 കിട്ടിയത് കൊണ്ട് പോരുക. പക്ഷെ 90+ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യണം അല്ലെ, 90+ വേണം, 90+ വേണം. മാർക്ക് ചെയ്ത് ആദ്യം 50, 60, 40, 30, 20 മാർക്ക് തിരിച്ചു വരും അല്ലേ. വീട്ടിൽ വന്നിട്ട് ടെസ്റ്റ് പറയും ഞാൻ എഴുതി. ഓർമ്മയുണ്ടോ? ഇത്ര വർഷം എഴുതുന്നില്ലേ? ഇത്രയും വർഷം ഇങ്ങനെ എഴുതുന്നില്ലേ? ഒരു എക്സാം എങ്ങനെ എഴുതണമെന്ന് ഒരു കാര്യമുണ്ട്, ഞാൻ പറയും കേട്ടോ. ഫസ്റ്റ് ബെൽ സമയത്ത് എങ്ങനെ എഴുതണം, ആൻഡ് സെക്കൻഡ് ബെൽ സമയത്ത് എങ്ങനെ എഴുതണം പറഞ്ഞിരട്ടെ. ഇപ്പൊ പറയുന്നില്ല. അത് വലിയൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഇന്നും നാളെ വെച്ചാൽ കേട്ടോ, വലിയൊരു മെസ്സേജ് ആയിട്ട് ഫസ്റ്റ് ബെൽ എങ്ങനെയാണ്, സെക്കൻഡ് ബെൽ എങ്ങനെയാണ്, അന്ന് തേർഡ് ബെൽ എങ്ങനെയാണ് വേണ്ടേ, എല്ലാം പറഞ്ഞു തരണ്ടേ. ഫസ്റ്റ് ബെല്ലിൽ എങ്ങനെ എഴുതണം, സെക്കൻഡ് ബെല്ലിൽ എങ്ങനെ എഴുതണം, തേർഡ് ബെല്ലിൽ ഏത് വരെ എഴുതണം പറഞ്ഞു. ഓക്കെ, ഒരു മിനിറ്റ് വേണ്ടേ. സോ എന്താണ് ടൈഡൽ വോളിയം? എന്താ? ഒരു നോർമൽ ലങ്സിന് ഇൻഹേൽ ചെയ്യുന്നതും ആൻഡ് എക്സേൽ ചെയ്യുന്നതുമായിട്ടുള്ള വോളിയം ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ടൈഡൽ വോളിയം അല്ലേ. നോർമൽ ലങ്, ഒരു നോർമൽ ലങ്ങിനെ ഇൻഹേൽ ചെയ്യുന്നതും എക്സേൽ ചെയ്തതുമായിട്ടുള്ള വോളിയത്തിന് പറയുന്ന പേരെന്താ? ടൈഡൽ വോളിയം എന്ന് പറയും. 500 ml ആണ് നോർമൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇന്ന് ടൈഡൽ വോളിയത്തിനകത്ത് എപ്പോഴും 2-3 വാക്ക് ടേംസ് വരാറുണ്ട്. നിങ്ങൾ എല്ലാ എക്സാം കണ്ടിട്ടുണ്ടായിരിക്കും. മിനിറ്റ് വെന്റിലേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് മിനിറ്റ് വെന്റിലേഷൻ എന്നോ പൾമറി വെന്റിലേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും മിനിറ്റ് വെന്റിലേഷൻ എന്നോ പൾമറി വെന്റിലേഷൻ എന്നോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. എന്താണ് മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ? മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറയാൻ എന്താ ചോദ്യം വരും. എന്താണ് മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പേര് തന്നെയുണ്ട്. ഒരു മിനിറ്റ് കൊണ്ടാണോ? ഒരു മിനിറ്റ് കൊണ്ട് ഇൻഹേൽ ചെയ്തതും എക്സേൽ ചെയ്തതുമായിട്ടുള്ള എയറിനെ പറയുന്ന പേരെന്താ? ഒരു മിനിറ്റ് കൊണ്ട് ഇൻഹേൽ ചെയ്യുന്നതും ആൻഡ് എക്സേൽ ചെയ്തതുമായിട്ടുള്ള എയറിനെ പറയുന്ന പേരെന്താ? മിനിറ്റ് വെന്റിലേഷൻ അല്ലേ, അല്ലെങ്കിൽ പൾമറി വെന്റിലേഷൻ അല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് ഇൻഹേൽ ചെയ്തതും ആൻഡ് എക്സേൽ ചെയ്തതുമായിട്ടുള്ള എയറിനെ പറയുന്ന പേരെന്താ? മിനിറ്റ് വെന്റിലേഷൻ അല്ലെങ്കിൽ പൾമറി വെന്റിലേഷൻ എന്ന് പറയാം. ഒരു മിനിറ്റ് കൊണ്ടല്ലേ, ഒരു മിനിറ്റ് കൊണ്ടെന്ന് പറയാം. അറിയാമോ? തന്നെ അറിയാമോ? അറിയാമായിരുന്നു. ഒരു മിനിറ്റ് കൊണ്ട് ഇൻഹേൽ ചെയ്തത് എക്സേൽ ചെയ്തതുമായിട്ടുള്ള എയറിനെ പറയുന്ന പേരെന്താ? മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറയാം. ഈ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, മറക്കരുത്. അറിയാത്ത കാര്യം പഠിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ മിനിറ്റ് വെന്റിലേഷനെ കാൽക്കുലേറ്റ് ചെയ്തത്? എങ്ങനെയാണ് ഈ പറഞ്ഞ മിനിറ്റ് വെന്റിലേഷനെ കാൽക്കുലേറ്റ് ചെയ്തത്? ആർക്ക് പറയാം? നോർമൽ ചോദ്യം വരും. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ടൈഡൽ വോളിയം എത്രയാ? 500. ഒരു മിനിറ്റ് എടുക്കുന്ന നോർമൽ എത്ര ആയിരിക്കും? 18 ഒരു മിനിറ്റ് എടുക്കുന്ന നോർമൽ എത്രയാ?
മിനിറ്റിൽ എടുക്കുന്ന നോർമൽ ബ്രെത്തിനെ 12 എടുക്കാം. ഒരു മിനിറ്റിൽ എടുക്കുന്ന നോർമൽ ബ്രെത്തിനെ 12 എടുക്കാം. ആ 12 × 5 എത്രയാ? നോർമലി ഒരു മിനിറ്റിൽ എടുക്കുന്ന ബ്രെത്തിനെ 12 എന്ന് കൂട്ടിയാൽ അത് ഇൻറ്റു ദ ടൈൽ വോളിയം എത്രയായിരിക്കും? 6000 ml ചോദിക്കും. കഴിഞ്ഞ എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നതും ആൻഡ് എക്സേൽ ചെയ്തതുമായിട്ടുള്ള എയറിനെ പറയുന്ന പേരാണ് ദ മിനിറ്റ് വെന്റിലേഷൻ അല്ലെങ്കിൽ പൾമറി വെന്റിലേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ എത്രയാണ് നോർമൽ മിനിറ്റ് വെന്റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ദ ബ്രെത്ത് പെർ മിനിറ്റ് അല്ലേ? ദ ബ്രെത്ത് പെർ മിനിറ്റ് ഈക്വൽറ്റി ആണോ ഇൻറ്റു ആണോ? ദ ബ്രെത്ത് പെർ മിനിറ്റ് ഈക്വൽറ്റി ആണോ ഇൻറ്റു ആണോ? ഈക്വൽറ്റി ആണോ ഇൻറ്റു ആണോ? ഈക്വൽറ്റി ആണോ ഇൻറ്റു ആണോ? ദ ബ്രെത്ത് പെർ മിനിറ്റ് ഈക്വൽറ്റി ആണോ ഇൻറ്റു ആണോ? ഇൻറ്റു അല്ലേ? ഇൻറ്റു ടൈൽ വോളിയം അല്ലേ? ഇൻറ്റു ടൈൽ വോളിയം അല്ലെ? ദ ബ്രെത്ത് പെർ മിനിറ്റ് ഇൻറ്റു ടൈൽ വോളിയം എന്ന് പറയുമ്പോൾ 12 × 500 എത്രയാ? 6000 ml അല്ലേ? 12 × 500 എത്രയാ? 6000 ml ചോദിക്കും. കേരള PSC എക്സാമിന് പ്രീവിയസ് ചോദ്യമാണ്. ഒരു മിനിറ്റിൽ 6000 ml എയർ ഇൻഹേൽ ചെയ്യാനും എക്സേൽ ചെയ്യാനും സാധിക്കും. ഒരു മിനിറ്റിൽ 6000 ml എയറിനെ ഇൻഹേൽ ചെയ്യാനും എക്സേൽ ചെയ്യാനും നമുക്ക് സാധിക്കും. അതിനെന്ത് പറയാം? ദ മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറയാം. അപ്പോൾ എത്രയാ നോർമൽ ടൈഡൽ വോളിയം? എത്രയാ നോർമൽ ടൈഡൽ വോളിയം? എത്രയാ? 500 ml അല്ലെ? നോർമൽ ടൈഡൽ വോളിയം ആണെങ്കിൽ 500 ml. അതേസമയം ഒരു മിനിറ്റിൽ എത്ര ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ വോളിയം ഇൻഹേൽ ചെയ്യാനും എക്സേൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ദ മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറയാം. നോർമൽ ആയിട്ടുള്ള ദ മിനിറ്റ് വെന്റിലേഷൻ എത്രയാ? 12 × 5 എത്രയാ? 6000 ml ആണ് ചോദിക്കും. കിട്ടിയോ? ഇതേ പൾമറി വെന്റിലേഷൻ അല്ലെങ്കിൽ ദ മിനിറ്റ് വെന്റിലേഷൻ പോലെ വേറെ വാക്കുണ്ട്, അറിയാമെന്നറിയില്ല. ഇതേ പൾമറി വെന്റിലേഷൻ അല്ലെങ്കിൽ ദ മിനിറ്റ് വെന്റിലേഷൻ പോലെ മറ്റൊരു പേരുണ്ട്, അറിയാം. ഇതേ പൾമറി വെന്റിലേഷൻ അല്ലെങ്കിൽ ദ മിനിറ്റ് വെന്റിലേഷൻ പോലെ മറ്റൊരു ടേം ഉണ്ട്, അറിയില്ല. എവിടെയെങ്കിലും ആൽവിയോളാർ വെന്റിലേഷൻ ഇട്ടുണ്ട്? എവിടെയെങ്കിലും ആൽവിയോളാർ വെന്റിലേഷൻ ഇല്ലല്ലോ. ഇല്ലോടെ. പക്ഷേ ഈ പറഞ്ഞത് മിനിറ്റ് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റ് പറഞ്ഞത് മിനിറ്റ് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയോ അകത്ത് ചോദിക്കുന്നത് അല്ലേ? അതറിയാം, സത്യമല്ലേ? അറിയാം, സത്യം. പക്ഷെ ആൽവിയോളർ കേട്ടിട്ടുണ്ടോ? ആൽവിയോളർ വെന്റിലേഷൻ എന്താണ്? പറയട്ടെ, എസ് ഓർമ്മ? അറിയാമോ? അറിയില്ലേ ആൽവിയോളർ? ഇല്ല. കയ്യിലുള്ള സിലബസിനകത്തൊക്കെ ഉണ്ടോ? സിലബസിനകത്ത് കൊടുക്കില്ലെന്നും. സിലബസിനകത്ത് വളരെ ഡീറ്റെയിൽ ആയി കൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട കാര്യം, പറഞ്ഞ ഒരു കുട്ടി സിലബസ് ഉള്ള മാത്രം പഠിക്കുന്നു, മതിയോ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ചോദ്യം ഒരു കാര്യമാണ്, സാർ സിലബസ് ഉള്ള മാത്രം പഠിച്ചാൽ പോരെ, മതിയോ? ഇത് സിലബസ് ഉള്ള കാര്യമല്ലല്ലോ ഞാൻ പഠിക്കണത്. സിലബസിലുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതിയോ? കിട്ടോ? ആ ഒരു പേപ്പറിനകത്ത് കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങിനകത്തുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതിയോ? ഫിസിക്കൽ എക്സാമിനേഷൻ എന്താ ഇത്രയും വളരെ ഇൻഡെപ്ത് പഠിക്കുന്നത്? ഇത് ബാക്കിയുള്ള സിസ്റ്റങ്ങൾ പഠിക്കുന്ന കാര്യം. നിങ്ങൾ ഫിസിക്കൽ എക്സാമിനേഷനകത്ത് പഠിക്കുന്ന കാര്യം ബാക്കിയുള്ള സിസ്റ്റത്തിനകത്ത് പഠിക്കുന്ന ഒന്നല്ലേ? ഇതിപ്പോ പഠിച്ച് ഈസി ആകത്തല്ലേ? പഠിച്ചാൽ വളരെ ഈസി ആകത്തല്ലേ? അപ്പോൾ ഈസി ആകത്തില്ലേ? കാരണം ഓരോ സിസ്റ്റം റെസ്പിറേറ്ററിയും കാർഡിയോ വാസ്കുലർ പഠിക്കുമ്പോൾ അവിടെ ഈസി ആയിരിക്കും. സോ ആൽവിയോളർ വെന്റിലേഷൻ പറഞ്ഞാൽ എന്തായിരിക്കും? തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം, ഒരു മിനിറ്റ് കൊണ്ട് ഇൻഹെയിൽ ചെയ്തതും ആൻഡ് എക്സെയിൽ ചെയ്തതും ഇത് എയറിനെ ദമിറ്റ് പറഞ്ഞില്ലേ?
തൊട്ട് മുൻപേ പറഞ്ഞ കാര്യം, ഒരു മിനിറ്റിൽ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സ്ഹെയിൽ ചെയ്യുന്നതുമായിട്ടുള്ള എയറിനെ എന്ത് പറഞ്ഞു? എന്താ മിനിറ്റ് വെന്റിലേഷൻ പറഞ്ഞില്ലേ? തൊട്ട് മുൻപേ പറഞ്ഞ കാര്യം, ഒരു മിനിറ്റിൽ എത്ര എയറിനെ ഇൻഹെയിൽ ചെയ്യുന്നു, എത്ര എയറിനെ എക്സ്ഹെയിൽ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ എന്ത് പറഞ്ഞു? മിനിറ്റ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആൽവിയോളർ എന്തായിരിക്കും? വോളിയം ഓഫ് എയർ റീച്ചിങ് എവിടെയായിരിക്കും? വോളിയം ഓഫ് എയർ റീച്ചിങ് എവിടെയായിരിക്കും? ഒരു മിനിറ്റിൽ ആൽവിയോൾ എത്തുന്ന എയർ ആണോ? ഒരു മിനിറ്റിൽ ആൽവിയോൾ എത്തുന്ന എയറിനെ പറയുന്ന ടോട്ടൽ വോളിയം പറയുന്ന പേരെന്താ? ഒരു മിനിറ്റിൽ ആൽവിയോളക്കകത്തെത്തുന്ന ടോട്ടൽ എയറിന്റെ വോളിയം പറയുന്ന പേരെന്താ? നമ്മൾ ആൽവിയോൾ വെന്റിലേഷൻ അല്ലേ? ശരിയല്ലേ? ഒരു മിനിറ്റിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്തും എക്സെയിൽ ചെയ്യുന്ന സമയത്തും ആൽവിയോളക്കകത്തെത്തുന്ന എയറിനെ പറയുന്ന പേരെന്താ? ആൽവിയോളയാണ്. ആ ഒരു മിനിറ്റിൽ ആൽവിയോളിൽ എത്തുന്ന എയറിനെ പറയുന്ന പേരെന്താ? ആൽവിയോള വെന്റിലേഷൻ അല്ലേ? ശരിയല്ലേ? ടോട്ടൽ വോളിയം ആൽവിയോളക്ക് നമ്മൾ ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്ന സമയത്ത് ആൽവിയോളക്കകത്തെത്തുന്ന ടോട്ടൽ വോളിയം വേറെ പറയുന്ന പേരെന്താ? പൾമറയാണോ ആൽവിയോളയാണോ? പൾമറി ആണോ ആൽവിയോളർ ആണോ? ആൽവിയോളർ വെന്റിലേഷൻ ആണോ പൾമറി വെന്റിലേഷൻ ആണോ? ആൽവിയോളർ അല്ലേ? പറഞ്ഞ ആൽവിയോളർ അല്ലേ? എങ്കിൽ എത്ര നോർമൽ നോർമൽ ആൽവിയോളർ വെന്റിലേഷൻ എത്രയാണ്? നോർമൽ ആൽവിയോളർ വെന്റിലേഷൻ എത്രയാണ്? എത്രയാണ്? എത്ര പറയും. നോർമൽ ആൽവിയോളർ എത്ര വെന്റിലേഷൻ? എത്രയാ? അറിയാമോ? അറിയില്ല. പഠിച്ചിട്ടില്ല. ഇല്ല, കേട്ടിട്ടില്ല. പറഞ്ഞേ. നേരത്തെ പറഞ്ഞ ഇത് എക്സ്പെരിമെന്റ് ഉണ്ടോ ഇവിടെ? നേരത്തെ പറഞ്ഞ ഇത് എക്സ്പെരിമെന്റ് ഉണ്ടോ? ഉണ്ട്. ആൻഡ് എക്സ്പെരിമെന്റ് എന്താ? എക്സ്പെരിമെന്റ് എന്തായിരിക്കും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആൽവിയോൾ എത്തുന്ന എയർ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ആൽവിയോൾ എത്തുന്ന എയറിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറഞ്ഞേടേ, പറ്റുമോ? പറഞ്ഞേ. നമുക്ക് പറഞ്ഞില്ല അങ്ങനെയകത്ത് കുറെ ഡെസ്പേറ്റ് ഉണ്ടോ? ഇത് ഡെഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടോ? നമുക്ക് ലങ്ങിനകത്ത് കുറെ ഡെഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടോ? ലങ്ങിനകത്ത് കുറെ ഡെഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടോ? ട്രക്കിയ, ബ്രോങ്ക്യൂൾസ് ഉണ്ടോ? നമുക്ക് ലങ്ങിനകത്ത് കുറെ ഡെഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ. അപ്പോ നേരത്തെ പറഞ്ഞ ടൈഡൽ വോളിയം മൈനസ് എന്തായിരിക്കും? ടൈഡൽ വോളിയം മൈനസ് എന്തായിരിക്കും? ഡെഡ് സ്പേസ് ആയിരിക്കും. ടൈഡൽ വോളിയത്തിൽ നിന്നും ഡെഡ് സ്പേസ് കുറച്ചാൽ എന്ത് കിട്ടും? ആൽവിയോളർ വെന്റിലേഷൻ കിട്ടും അല്ലേ? നേരത്തെ പറഞ്ഞ ടൈഡൽ വോളിയത്തിൽ നിന്നും ഡെഡ് സ്പേസ് കുറച്ചാൽ എന്ത് കിട്ടും? ആൽവിയോളർ വെന്റിലേഷൻ കിട്ടും. ശരിയാണോ?
നമ്മൾ നോർമലി இந்த ഇൻസ്പിറേഷൻ സമയത്ത് இந்த എയർ മുഴുവനും இந்த ആലുവത്തോ നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ ഇൻസ്പിറേഷൻ സമയത്ത് എല്ലാ എയറും ആൽവിയോളെ മാത്രത്തോ ഇല്ല. ഇപ്പോൾ കുറെ എയർ ട്രക്കിലോട്ട് പോരല്ലേ, കുറെ എയർ ട്രക്കിലോട്ടും ബ്രോങ്കിയിലോട്ടും ബ്രോങ്കിയൂൾസിലോട്ടും എല്ലാം പോവാറില്ലേ, അവിടത്തെ ഡെഡ് സ്പേസിൽ എത്താറില്ലേ? ചോദ്യമാണ് എന്റെ ചോദ്യം ഇതാണ്. ഒരു ഇൻസ്പിറേഷൻ സമയത്ത് ഈ എയർ നമ്മൾ ലങ്സിനകത്തുള്ള ഡെഡ് സ്പേസിലോട്ട് പോവാറുണ്ടോ? ഉണ്ടോ? 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 ഉണ്ട്. എത്ര ആയിരിക്കും നോർമൽ? എത്ര ആയിരിക്കും നോർമൽ വാല്യൂ? എത്ര ആയിരിക്കും? എത്രയായിരിക്കും? ഇതിവിടെ 12 എന്ന് പറയുന്നത് എന്താ? ഇത് പെർട്സ് അല്ലേ? ഇത് 12 എന്ന് പറയുന്നത് പെർട്സ് ആണ്. 12 ഇനി എന്തായിരിക്കും? 12 പെർട്സ് ഉണ്ടെങ്കിൽ അതേ ഇൻറ്റു എന്തായിരിക്കും? 500 എന്തായിരിക്കും ഇവിടെ? 500 എന്താ? ടൈഡൽ വോളിയത്തില്ലേ? 500 എന്താ? ടൈഡൽ വോളിയം. അതേ മൈനസ് എന്താ? 150 ആണ് എപ്പോഴും ഡെഡ് സ്പേസ് ആയിട്ട് കൂട്ടുന്നത്. 150 എപ്പോഴും ഡെഡ് സ്പേസ് ആയിട്ട് കൂട്ടുന്നതെങ്കിൽ നോർമൽ വാല്യൂ എത്രയാ? ആൽവിയോളർ വെന്റിലേഷന്റെ നോർമൽ വാല്യൂ എത്രയാ? 12 നോർമൽ ആയിട്ടുള്ള ബ്രെഡ്സ് ഇൻറ്റു 500 ആണ് ടൈഡൽ വോളിയം. അതേ മൈനസ് 150 എത്രയാ? എത്രയായിരിക്കും? 1500 ആണോ? 3000 ആണോ? 4200 ആണോ? 6000 ആണോ? കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. 6000 ആണോ? 1500 ആണോ? 3000 ആണോ? 4200 ആണോ? 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആൽവിയോളർ വെന്റിലേഷൻ നോർമൽ വാല്യൂ എത്രയാ? എത്രയാ? എല്ലാം പറഞ്ഞു. ഉത്തരം കേട്ടെ പറഞ്ഞു. പറഞ്ഞേ. 4200. ഇത് മറക്കോ? ഇത് മറക്കോ? നിങ്ങൾ മറക്കും സാഹചര്യം പറഞ്ഞിട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്പിറേറ്ററിയും ആൻഡ് എക്സ്പിറേറ്ററിയും ടൈഡൽ വോളിയം ആൻഡ് റെസിഡൽ വോളിയം എല്ലാം പഠിക്കുമ്പോൾ ആൽവിയോളർ വാക്ക് മറക്കില്ലേ? ശരിയല്ലേ? ബാക്കി എല്ലാ വോളിയംസും പഠിക്കുമ്പോൾ ഈ പറഞ്ഞ വാക്കും അതിന്റെ വാല്യൂ മറന്നു പോകാറുണ്ട്. എല്ലാ എക്സാമിനും എല്ലാ കുട്ടികളും ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാം പഠിക്കുമ്പോൾ അല്ലെ, ടൈഡൽ വോളിയം പഠിക്കുമ്പോഴും ഇൻസ്പിറേറ്റർ പഠിക്കുമ്പോഴും ആൻഡ് എക്സ്പിറേറ്റർ പഠിക്കുമ്പോഴും എല്ലാം പഠിക്കുന്നത് ഈ ഒരു വാല്യൂ ഇല്ലേ, 4200 എന്ന വാല്യൂ എപ്പോഴും മറന്നുപോകും. ചോദിക്കട്ടെ, 4200 പഠിക്കും. എവിടെ പഠിക്കും? ആൽവിയോളർ വെന്റിലേഷന്റെ വാല്യൂ എത്രയാണ്? ആൽവിയോളർ ആണെങ്കിൽ വാല്യൂ എന്താ? ആൽവിയോളർ വെന്റിലേഷന്റെ വാല്യൂ എത്രയാണ്? 4200. അതേസമയം മിഡ് വെന്റിലേഷൻ അല്ലെങ്കിൽ പൾമറി വെന്റിലേഷന്റെ വാല്യൂ എത്രയാണ്? അതേസമയം മിഡ് വെന്റിലേഷൻ അല്ലെങ്കിൽ പൾമറി വെന്റിലേഷന്റെ വാല്യൂ എത്രയാണ്? 6000. രണ്ട് വാക്ക് മറക്കും. 6000 എന്ന് കേട്ടാലും 4200 ആണോ? 4200 ആണോ? മറക്കരുത്. 6000 ആയാലും 4200 ആയാലും എന്താ? 6000 എന്താ? 6 എന്താ? മിഡ് വെന്റിലേഷൻ. മിഡ് വെന്റിലേഷൻ അല്ലെങ്കിൽ പൾമറി വെന്റിലേഷനിൽ രണ്ട് വാക്കുണ്ട്. മിഡ് ഇല്ലെങ്കിൽ പൾമറി. മിഡ് ഇല്ലെങ്കിൽ പൾമറി വെന്റിലേഷൻ. അതേസമയം ആൽവിയോളർ വാല്യൂ എത്രയാ? 6000, 4200, 5000, 3200. ഏതാ വാല്യൂ? എത്രയാ? 4200. കിട്ടിയോ? രണ്ടും കിട്ടിയോ? പറഞ്ഞു കിട്ടിയോ? കാരണം ഈ പറഞ്ഞ വാല്യൂ പഠിക്കാൻ അങ്ങ് ഓർമ്മയിരിക്കില്ല. വാല്യൂ ആർക്കായാലും ഓർമ്മയിരിക്കില്ല. ശരിയല്ലേ? വാല്യൂ എന്ന് പറയുന്നത് ആർക്കായാലും ഓർമ്മ, പക്ഷെ അത് റിപ്പീറ്റ് ആയിട്ട് വായിച്ചാലോ റിപ്പീറ്റ് പറഞ്ഞാലും ഓർമ്മയിരിക്കും. ഞാൻ പറയുന്നത് 4200 എന്ന് പറയുന്നത് മിനിറ്റ് വെന്റിലേഷൻ ആണോ ഓർ ആൽവിയോളർ ആണോ? 4200 എന്ന് പറയുന്നത് മിനിറ്റ് ആണോ ആൽവിയോളർ ആണോ? ആൽവിയോളർ. 1000 അല്ല 6000 ml 6000 ml മിനിറ്റ് വെന്റിലേഷൻ നടക്കില്ല. രണ്ടെണ്ണം പഠിച്ചല്ലേ? രണ്ടെവിടെ പഠിച്ചത്? ടൈഡൽ വോളിയത്തിനകത്ത്
എങ്കിൽ നോർമൽ ടൈഡൽ എത്ര? നോർമൽ ടൈഡൽ വോളിയം എത്ര? 500 ml. 500 ml. അപ്പം 6000 കിട്ടി, 4200 കിട്ടി, 500 കിട്ടിയോ? 6000 കിട്ടി, 6000 ml കിട്ടി, 4200 കിട്ടി, 500 കിട്ടിയോ? 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 പറഞ്ഞേ, കിട്ടി. അടുത്ത് ഫസ്റ്റ് ഇതിന്റെ ടൈഡൽ വോളിയം കണ്ടു. ഫസ്റ്റ് ആയിട്ട് എന്താണ് പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് കാര്യം പറഞ്ഞു. ലങ് വോളിയം എന്താണെന്ന് പറഞ്ഞു. ലങ് വോളിയത്തിനകത്ത് ടൈഡൽ വോളിയം പഠിച്ചു. ശേഷം സെക്കൻഡ് വരുന്ന കാര്യമാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം കഴിഞ്ഞു. അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്തായത്? എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയാൻ? എന്താ? ആർക്കോടെ ഇൻഹേൽ ചെയ്യാൻ പറ്റുന്ന എയറാണോ? ഇൻഹേൽ ചെയ്യാൻ പറ്റുന്ന എയറാണോ? ഇൻഹലേഷൻ ടൈം എന്ന് പറഞ്ഞു. ഇൻഹേൽ ചെയ്യാൻ പറഞ്ഞേ. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ട കാര്യം, നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിന്റെ ടൈഡൽ വോളിയത്തിന്റെ ഇത് മുകളിലാണോ? നമ്മൾ എപ്പോഴും ഇൻസ്പിറേറ്ററി റിസർവ് ചെയ്യുന്നത് ഇത് ടൈഡൽ വോളിയത്തിന് മുകളിലാണോ? അതറിയേണ്ടത്. നോർമൽ ടൈഡൽ വോളിയത്തിന്റെ ഇത് മുകൾ എത്രത്തോളം എയർ മാക്സിമം ഇൻഹേൽ ചെയ്യാൻ പറ്റുന്നതാണോ? നോർമൽ ടൈഡൽ വോളിയത്തിന്റെ മുകളിൽ, ശരിയല്ലേ? നോർമൽ ടൈഡൽ വോളിയത്തിന് മുകളിൽ എത്രത്തോളം ഇൻഹേൽ ചെയ്യാൻ പറ്റും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ബ്രത്തിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ പറയുന്ന പേരെന്താ? ഒരു നോർമൽ ബ്രത്തിന് ശേഷം, നോർമൽ ആയിട്ടുള്ള ബ്രത്തിന് ശേഷം എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഒരു നോർമൽ ബ്രത്തിന് ശേഷം എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ഒരു നോർമൽ ബ്രത്തിന് ശേഷം എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ശരിയല്ലേ? ആ നോർമൽ എന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം അല്ലേ? നോർമൽ വോളിയം എന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം അല്ലേ? അപ്പോൾ ടൈഡൽ വോളിയത്തിന് മുകളിൽ എടുക്കാൻ പറ്റുന്ന എയറിനെ പറയുന്ന പേരെന്താ? വീണ്ടും ചോദിക്കുന്നു, എക്സാമിൽ ചോദിക്കും. ടൈഡൽ വോളിയത്തിന് മുകളിൽ എടുക്കാൻ പറ്റുന്ന എയർ ഏതാ? ടൈഡൽ വോളിയത്തിന് മുകളിൽ എടുക്കാൻ പറ്റുന്ന എയറിനെ പറയുന്ന പേരെന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയാം. കിട്ടിയോ? വേറെ എവിടെ പഠിച്ചാലും ഇതിന്റെ വാല്യൂ മാത്രം പറഞ്ഞു പോരല്ലേ? വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഇത് വാല്യൂ മാത്രം. IRB എത്രയാ? ടൈഡൽ വോളിയം എത്രയാ? ശരിയല്ലേ? കുറെ വാല്യൂ മാത്രം പഠിച്ചോണ്ട് പോകും. പക്ഷെ എന്താണെന്ന് അറിയാമോ? എന്താണ് പഠിച്ചോണ്ട് പോയാട്ടെ? ഇതുപോലെ ഇത് നോർമൽ എയറിന് മുകളിൽ, നോർമൽ എയർ എന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം, അതിന് മുകളിൽ എടുക്കാൻ പറ്റുന്ന എയർ എന്ത് വിളിക്കാം? ഒരാളുടെ നോർമലിനെക്കാട്ടിലും മുകളിൽ എടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും? ഒരാളുടെ നോർമലിനെക്കാട്ടിലും മുകളിൽ എടുക്കാൻ പറ്റുന്ന എയർ ഏതായിരിക്കും? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമാണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമാണ്, അല്ലേ? അതായത് നോർമൽ റെസ്പിറേറ്ററി പ്രോസസ് കഴിഞ്ഞ് നമുക്ക് ഇൻഹേൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? അങ്ങനെയും പറയാം. നോർമൽ റെസ്പിറേറ്ററി പ്രോസസ് കഴിഞ്ഞ ശേഷം, നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി പ്രോസസ് കഴിഞ്ഞ ശേഷം എടുക്കാൻ പറ്റുന്ന, ഇൻഹേൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? IRV. ശരിയല്ലേ? ശരിയല്ലേ? എനിക്ക് ചോദിക്കും, എത്രയാ ഇത് IR? ഇത് നോർമൽ എത്രയാ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം നോർമൽ എത്രയാ? 3300 ml, അല്ലേ? ഇത് 3300 ml ആണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിന്റെ നോർമൽ വാല്യൂ. എത്രയാ? 3300 അല്ലേ?
അല്ലേ? അല്ലേ? ആണ്. അപ്പൊ ഇത് 4000 എന്ത് പഠിച്ചു? 4000 എന്തായിട്ടാ പഠിച്ചത്? 4000 എന്തിനു പഠിച്ചു? ആൽവിയോളർ വെന്റിലേഷൻ ആണോ? 4000 എന്താ പഠിച്ചത്? ആൽവിയോളർ ആണോ? ആണോ? ആണ്. 6000 എന്താ പഠിച്ചത്? 6000 എന്താ പഠിച്ചത്? 6000 ദ മിനിറ്റ് വെന്റിലേഷൻ. അതിന് 500 എന്താ പഠിച്ചത്? 500 എന്താ പഠിച്ചത്? ടൈഡൽ വോളിയം. അപ്പോ ടൈഡൽ വോളിയം 500 ആണ്. 500 ml അല്ലേ? 500 ml അല്ലേ? ml അല്ലേ? ml ആ അല്ലേ? ml അല്ലേ? ml. 500 ml എന്താ? ടൈഡൽ വോളിയം എന്ന് പറയാം. 6000 ml ആണ് എന്താ? 6000 ml ആണ് എന്താടെ? എന്താ 6000? ദ മിനിറ്റ് വെന്റിലേഷൻ. ദ മിനിറ്റ് വെന്റിലേഷൻ. ആൻഡ് 3300 എന്ത് വാല്യൂയാ? 3300 ml എന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ആ 4200 എന്ത് വാല്യൂയാ? എന്തിന്റെയാ? 4200 ml എന്തിന്റെയാ? ആൽവിയോളർ വെന്റിലേഷൻ. ഇത്രയും കാര്യവും ഇത്രയും വാല്യൂസും പഠിച്ചു. ഇത്രയും കാര്യവും പഠിച്ചു. കാര്യം മനസ്സിലായി പഠിച്ചു. എന്താണെന്നും വാല്യൂസും എങ്ങനെ വരുന്നെന്നും പഠിച്ചല്ലോ. പഠിച്ചു. അടുത്തേതാ? ഇൻസ്പിറേറ്ററി കഴിഞ്ഞിട്ടേതാ? എക്സ്പിറേറ്ററി അല്ലേ? ഇൻസ്പിറേറ്ററി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കഴിഞ്ഞാൽ അടുത്ത് വരുന്നതൊക്കെ എന്താ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്തായിരിക്കും ഇത്? ഇൻസ്പിറേറ്ററി ആണെങ്കിൽ ഇൻഹേൽ ചെയ്യാനല്ലേ? ആലോചിച്ചോടെ. ഇൻസ്പിറേറ്ററി ആണെങ്കിൽ ഇൻഹേൽ ചെയ്യുക. എക്സ്പിറേറ്ററി എന്തായിരിക്കും? എന്തായിരിക്കും? ചെയ്യും, എങ്ങനെ ചെയ്യും? എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും? ഒരു ഇൻസ്പിറേഷൻ ശേഷമാണോ എക്സ്പിറേഷൻ ശേഷമാണോ? ഒരു ഇൻസ്പിറേഷൻ ശേഷമാണോ എക്സ്പിറേഷൻ ശേഷമാണോ? എക്സ്പിറേഷൻ. അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിറേഷൻ ആണോ നോർമൽ എക്സ്പിറേഷൻ ആണോ? വീണ്ടും ചോദ്യമുണ്ട്. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആണോ നോർമൽ എക്സ്പിറേഷൻ ആണോ? ചോദ്യങ്ങളുടെ കളിയെ വരുന്നു അവിടെ. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ശേഷമാണോ നോർമൽ റെസ്പിറേഷൻ ശേഷമാണോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം നോക്കുന്നത്? അവിടെയാണ് എല്ലാവർക്കും നിശ്ചയപ്പെടുന്നത്. നോർമൽ ആണോ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആണോ? അയ്യോ, മറന്നു വരില്ലേ എക്സാം ആളിരിക്കുമ്പോ? അത് ഫോഴ്സ് ആയിട്ട് ഒരു നോർമൽ ആണോ? നോർമൽ. നോർമൽ മറക്കരുത്. നോർമൽ ആണ്. നോർമൽ അല്ലേ? നോർമൽ അല്ലേ? നോർമൽ. ഒരു നോർമൽ എക്സലേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കാവും. ഒരു നോർമൽ എക്സലേഷൻ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ നോർമലി ഇത് എക്സലേഷൻ ചെയ്ത ശേഷം പിന്നെ നമ്മൾ വീണ്ടും എക്സേൽ ചെയ്യുന്ന എയറിന് പറയുന്ന പേരെന്നാണോ? ആലോചിച്ചൊക്കെ. ഒരു നോർമൽ ആയിട്ട് ഒരു എക്സലേഷൻ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് എയർ വീണ്ടും എക്സേൽ ചെയ്താൽ എന്ത് വിളിക്കാം? നോർമലി പുറത്തോട്ട് കളഞ്ഞു കഴിഞ്ഞു ശേഷം വീണ്ടും മാക്സിമം എമൗണ്ട് എയർ പുറത്തേക്ക് കളഞ്ഞു വിളിക്കാം. എന്ന് വിളിക്കാം. നോർമലി ഇത് എക്സലേഷൻ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ എക്സലേഷൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? നോർമലി കഴിഞ്ഞു അതിനുശേഷം മാക്സിമം എത്ര പുറത്തോട്ട് കളയാൻ പറ്റും? നോക്കിയാൽ ഇച്ചിരി നോക്കി ചുമ്മാ പഠിക്കണ്ട, കാണാൻ പഠിക്കണ്ട. നോക്കിയാലേ ആദ്യം നോർമലി കളഞ്ഞ് ശേഷം വീണ്ടും മാക്സിമം എത്ര എമൗണ്ട് പുറത്ത് കളയാൻ പറ്റും? നോക്കിയാലെങ്കിൽ നോർമലി എക്സലേഷൻ കഴിഞ്ഞു ശേഷം വീണ്ടും മാക്സിമം എത്ര പുറത്തേക്ക് എക്സലേഷൻ ചെയ്യാൻ പറ്റും? നോക്കിയാലെങ്കിൽ നോക്കിയോ? നോർമൽ എക്സലേഷൻ കഴിഞ്ഞു. എക്സലേഷൻ ആണ്, പുറത്ത് കളയേണ്ട. ശേഷം വീണ്ടും എത്ര മാക്സിമം പറ്റുന്നുണ്ടോ? ഇപ്പൊ നാളെ വാർത്തയിൽ വരുന്നത് இந்த ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് സമയത്ത് എക്സലേഷൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ വാർത്ത വരുമോ? വരരുത് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ചോദ്യം.
ടൈഡൽ ഓളത്തിന് കടലിന്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും ഇൻസ്പയർ ചെയ്ത് വിളിക്കാം. ദ ടൈഡൽ ഓളത്തിന് മുകളിലോട്ട് വീണ്ടും ഇൻസ്പയർ ചെയ്ത് വിളിക്കാം അയ്യർ. ആണോ? ദ ടൈഡൽ ഓളത്തിന് മുകളിലോട്ട് വീണ്ടും ഇൻസ്പയർ ചെയ്താൽ ടൈഡൽ ഓളിയല്ലേ? അല്ലേ? ഏതാടെ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ടൈഡൽ വോളിയം കഴിഞ്ഞു ശേഷം വീണ്ടും ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ശേഷം അടുത്ത ചോദ്യം, മാക്സിമം എമൗണ്ട് നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞു. നോർമൽ ആയിട്ട് എല്ലാ എക്സൈസ് കഴിഞ്ഞു, വീണ്ടും എക്സൽ ചെയ്യാൻ പറ്റി എന്ന് വിളിക്കാം. വീണ്ടും ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ പെടുന്ന പേരുന്നത് ഈ അറിവില്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. വീണ്ടും ചോദിക്കട്ടെ, ഒന്നുകൂടെ ചോദിക്കാം. ടൈഡൽ വോളിയം കഴിഞ്ഞ് മാക്സിമം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന വോളിയം ഏതാ? ടൈഡൽ വോളിയം കഴിഞ്ഞ് മാക്സിമം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന എയർ ഏതാ? IRV. ശേഷം വീണ്ടും ചോദ്യം, നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ ശേഷം പുറത്തോട്ട് കളഞ്ഞ ശേഷം മാക്സിമം എത്ര വീണ്ടും പുറത്തോട്ട് കളയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ERV അല്ലേ? വ്യത്യാസം മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? പഠിക്കുക, കാണാൻ പഠിക്കരുത്, ഇങ്ങനെ പഠിക്കുക. എങ്കിൽ എത്ര നോർമൽ എത്ര? നോർമൽ ERV എത്ര? 1000 ml. നോർമൽ ERV എത്രയാ? 1000 ml. നോർമൽ ERV എത്രയാ? 1000 ml. 1000 അല്ലേ? നോർമൽ ERV എത്രയാ? എത്രയാടെ? 1000 ആണോടെ? 1000 ആണോ? 1000 ml. നോർമൽ ERV എത്രയാ? നോർമൽ ERV എത്രയാ? 1000 ml. അപ്പൊ IRV എത്രയാ? IRV എത്രയാ? 3300 ml. IRV 3300 ml ഉം ERV ആണെങ്കിൽ 1000 ml. IRV 3300 ml ആണെങ്കിൽ ERV 1000 ml. വാല്യൂസും ഇമ്പോർട്ടന്റ്. നോർമൽ 1000 ml അല്ലേ? 1000 ml. ml mg ഒന്നുമല്ല, ml. ആരോ mg പറയുന്നു. യെസ്. ഇത്രയും കിട്ടിയോ? ഫസ്റ്റ് 3 കിട്ടിയോ? ഫസ്റ്റ് 3 കിട്ടിയോ? നാലാമത്തേതാ? റെസിഡൽ വോളിയം. നാലാമത്തെ ആരാ? റെസിഡൽ വോളിയം RV. റെസിഡൽ വോളിയം അല്ലെങ്കിൽ RV. എന്താ ഇത്? എന്താ ഇത്? എന്താണത്? റെസിഡൽ വോളിയം എന്ന് പറഞ്ഞ എന്താ? പറഞ്ഞേ, എന്തായിരിക്കും? നേപ്പച്ചിന്റെ കാര്യ. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ മാക്സിമം ഫോഴ്സ് അല്ലേ, ഞാൻ മാക്സിമം ഫോഴ്സ് ആയിട്ട് ഇത് എക്സ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ അതിനുശേഷം ലങ്സിൽ നിൽക്കുന്ന ഏതാ? ഞാൻ മാക്സിമം എക്സ്പയർ ചെയ്തു ശേഷം ലങ്സിൽ നിൽക്കുന്ന ഏറെന്താ? ഞാൻ നല്ല മാക്സിമം ആയിട്ട് പറയാറില്ല, എങ്ങനെ കഴിഞ്ഞു. ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് പറഞ്ഞ യൂട്യൂബ് കമന്റ് വരും കേട്ടോ. യൂട്യൂബ് കണ്ട ഒരുപാട് കമന്റ് വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ നന്നായിട്ടുണ്ട്. വീണ്ടും കിട്ടുമോ? വീണ്ടും വേണോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ? എങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോഴേ ഞാൻ ഫോൺ വെച്ചിരുന്നു കേട്ടോ. ഇടയ്ക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വേണ്ട സാർ, വീണ്ടും കിട്ടുമോ? വേണോ? അങ്ങനെയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഹൃദയ PC നിങ്ങളുടെ ബാച്ചിലാണ്, അറിയുക. എനിക്ക് ജോലി ഇപ്പം ഈ ഇടയിൽ കിട്ടുന്നതാണ് ഈ പറഞ്ഞത്. കമന്റ് വായിക്കുക, കമന്റ് ലൈക്ക് ചെയ്യുക, ഈ കമന്റിൽ ലൈക്ക് കൊടുക്കുക. ആ ജോലി ആയിട്ട് ഇടയ്ക്കട്ടെ. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴേ, ഞാൻ വെറുതെ ഇരിക്കുമ്പോഴേ എന്റെ മെയിൻ ഹോബി ഇപ്പൊ ഇതാണ്. എന്താണ്? കമന്റ് ലൈക്ക് കൊടുക്കുക. ചോദിക്കട്ടെ, എന്റെ വളരെ ഫോഴ്സ് ആട്ടെ, വളരെ ഫോഴ്സ് കൊടുത്ത് ഒരു എക്സ്പിറേഷൻ ശേഷം ആ ലങ്ങിൽ തങ്ങി നിൽക്കുന്ന വോളിയം ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? വളരെ ഫോഴ്സ് ആയിട്ട് ഞാൻ എക്സ്പയർ ചെയ്തു ശേഷം എന്റെ ലങ്ങിൽ തങ്ങി നിൽക്കുന്ന എയർ എന്താ? എക്സാം വരികയാണ്, ആര് ഫോഴ്സ് ആയിട്ട് എക്സ്പയർ ചെയ്യണ്ട കേട്ടോ. എക്സാം വരികയാണ്. ശ്വാസം വലിച്ചു പിടിക്കാനും പുറത്തുകളും നോക്കണ്ട, അല്ലെങ്കിൽ രാത്രി ആകുമ്പം എന്ത് ചെയ്തിട്ടെന്നറിയാമോ?
അങ്ങനെ നിൽക്കുമല്ലേ? കുറെ ശ്വാസം പിടിച്ചു നോക്കിയേ. അപ്പൊ ഞാൻ പറയുന്നു, ആർക്ക് പറ്റും അടുത്ത 5 നിമിഷം ശ്വാസം പിടിച്ചേക്കാൻ പറ്റുന്നല്ലേ? ചോദിക്കേ, പറ്റുമോ? ഒന്നുകൊണ്ട് പറ്റുമോ? പറ്റുമോ? വേണ്ട, ചെയ്യണ്ട, നിന്നുപോലെ അങ്ങനെ ശ്വാസം പുറത്ത് ഉള്ളു കളഞ്ഞ് എത്ര സമയം നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമോ? ഇറങ്ങിയിട്ട് പറ്റുമോ? പറ്റുമെന്ന് പറയും. ശേഷം എന്തെന്നറിയാമോ? ഇപ്പൊ എക്സാം വരുന്നവരും മറന്നു അല്ലേ? രാത്രിയാകുമ്പോ അച്ഛനും അമ്മയും ഹസ്ബൻഡും ആശുപത്രി എടുത്തുകൊണ്ട് പോയിട്ട് അനങ്ങുന്നില്ല. വളരെ ഫോഴ്സ് കൊടുത്ത് ഇത് എക്സ്പയർ ശേഷം ലങ് അവിടെ തങ്ങി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? എന്തായിരിക്കും? റെസിഡുവൽ വോളിയം. റെസിഡുവൽ വോളിയം മറക്കരുത്. വളരെ ഫോഴ്സ് കൊടുത്ത് എക്സ്പിറേഷൻ ശേഷം ലങ്ങിൽ തങ്ങി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? റെസിഡുവൽ വോളിയം. എന്തിനാണ്? ചോദ്യം ഇതുണ്ട്, എന്തിനാണ് റെസിഡുവൽ വോളിയം സഹായിക്കുന്നത്? റെസിഡുവൽ വോളിയം എന്തിനാണ് സഹായിക്കുന്നത്? ഒരു ചോദ്യമുണ്ട്. റെസിഡുവൽ വോളിയം എന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എന്തിനു വേണ്ടിയാ? ഗ്യാസ് എക്സ്ചേഞ്ച് ആണോ? ഗ്യാസ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ആൽവിയോളെ ഓപ്പൺ ആക്കി വെക്കാൻ സഹായിക്കാറുണ്ടോ? ഗ്യാസ് എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ ആൽവിയോളെ ഓപ്പൺ ആക്കി വെക്കാനും ആര് സഹായിക്കും? റെസിഡുവൽ വോളിയം സഹായിക്കും. മറക്കരുത്, റെസിഡുവൽ വോളിയം എന്തിനൊക്കെ സഹായിക്കും? ഗ്യാസ് എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ ആൽവിയോളെ ഓപ്പൺ ആക്കി വെക്കാനും കണ്ടിന്യൂസ് ഗ്യാസ് എക്സ്ചേഞ്ചിനും റെസിഡുവൽ വോളിയം സഹായിക്കും. എങ്കിൽ നോർമൽ റെസിഡുവൽ വോളിയം എത്രയാ? 1000 ആണോ? 3300 ആണോ? 6000 ആണോ? 1200 ആണോ? 1200 ml അല്ലെ? നോർമൽ വോളിയം, റെസിഡുവൽ വോളിയം എത്രയാ? 1200 ml അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശ്രമം നടത്തി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും നോക്കിയാടെ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എക്സ്പയർ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാലും ആ ലങ്സിനകത്ത് മിച്ചം നിൽക്കുന്ന വോളിയം ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? എത്ര ശ്രമം നടത്തി മാക്സിമം ഈ പറയുന്ന എയറിനെ പുറത്തേക്ക് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ലങ്സിൽ മിച്ചം നിൽക്കുന്ന പേരെന്താ? റെസ്ലോളിയില് ലാംഗ്വേജ് കിട്ടിയോ? എത്ര മാക്സിമം ആയിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ലങ്സിൽ നിൽക്കുന്ന വോളിയം ഓഫ് എയർ പറയുന്ന പേരെന്താ? റെസിഡുവൽ വോളിയം. കിട്ടിയോടെ? മരം കിട്ടിയോടെ? കിട്ടി. എന്താ ഫങ്ഷൻ? എന്താ? ഗ്യാസ് എക്സ്ചേഞ്ചിനും ആൽവിയോളെ ഓപ്പൺ ചെയ്യാനും റെസിഡുവൽ വോളിയം സഹായിക്കും. നോർമൽ 1200 ml ആണെന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. 4 കഴിഞ്ഞു. ഇത്രയും സമയം പഠിച്ച എന്താ? 4 എണ്ണം പറഞ്ഞത് ലങ് വോളിയംസ് ആണ്, ഒരു ലങ് കപ്പാസിറ്റി ആണ്. പക്ഷെ വർഷങ്ങളായിട്ട് പഠിക്കുമ്പോൾ ലങ് വോളിയംസും ലങ് കപ്പാസിറ്റി നിങ്ങൾ മിക്സ് ചെയ്ത് മിക്സർ പോലെ പഠിക്കുന്നത് അല്ലെ? ലങ് വോളിയംസും ലങ് കപ്പാസിറ്റിയും ഇത് മിക്സറിനകത്ത് അല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞു തരാം. ലങ് വോളിയം ലങ് കപ്പാസിറ്റി രണ്ടും ഒരുമിച്ച്. വോളിയം എന്താണെന്ന് അറിയില്ല, കപ്പാസിറ്റി അറിയില്ല, എല്ലാം ഒരുമിച്ച് വായിച്ചുകൊണ്ട് പോകും. ഇതുവരെ പഠിച്ച എന്താ? ഇതുവരെ നിങ്ങൾ പഠിച്ച എന്താ? ലങ് വോളിയത്തിന് എന്താ പഠിച്ചു? ലങ് വോളിയത്തിനകത്ത് എന്തൊക്കെ പഠിച്ചത്? ഹെഡിങ് പറഞ്ഞേ. ആ 4 ഹെഡിങ് പറഞ്ഞേ. ടൈഡൽ വോളിയം, റെസിഡുവൽ വോളിയം, ഇൻസ്പിറേറ്റഡ് റെസിഡുവൽ വോളിയം ആൻഡ് എക്സ്പിറേറ്റഡ് റെസിഡുവൽ വോളിയം അല്ലെ? ടൈഡൽ വോളിയം പഠിച്ചു, ഇൻസ്പിറേറ്റഡ് റെസിഡുവൽ വോളിയം പഠിച്ചു, എക്സ്പിറേറ്റഡ് റെസിഡുവൽ വോളിയം പഠിച്ചു, ആൻഡ് റെസിഡുവൽ വോളിയം പഠിച്ചു. ഇത്ര എന്താ? ലങ് വോളിയംസ് അല്ലെ? ഇത്രയും പറഞ്ഞ എന്താ? ഇതുവരെ പറഞ്ഞല്ല എന്താ? ലങ് വോളിയംസ് ആണ്. ക്ലിയർ ആയോ? സമയം സമയത്രായി 10:20. 10 ബ്രേക്ക് തരട്ടെ.
ഇത് വെള്ളം കുടിച്ചോട്ടെ, വെള്ളം കുടിച്ചിട്ട് പോരെ അവിടെ. ഇനി അടുത്ത 10-30 ബാക്കി. ഇത് ലിങ്ക് തന്നെ, ആ എക്സിറ്റ് ആവണ്ട. ഒരു 10-30 ബ്രേക്ക് കേട്ടോ, 10-30 ബ്രേക്ക്, 10-30 വരെ ബ്രേക്ക്, 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, ഓടിപ്പോട്ട് ഓടി വരിക. ഓക്കെ, 10-30.
സ്റ്റഡിയം 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 എത്തിയല്ലേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ സ്ഥിരം ക്ലാസ് ഒക്കെ ആൾക്കാരാണോ? എന്റെ സ്ഥിരം ക്ലാസ് അറ്റൻഡ് ആൾക്കാരാണോ? ലൈവായിട്ട് ആണോ എല്ലാവരും? ആണോ 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 ആണോ? സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണോ? എല്ലാവരും അടുത്ത മാസം ഒരു എക്സാം ഉണ്ട് പോകുന്ന ആൾക്കാരുണ്ടോ? അടുത്ത മാസം ഒരു എക്സാം പോകുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. അതിന് സിസ്റ്റം വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വന്നു. സിസ്റ്റം വൈസ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വന്നു. അതിനൊന്നും ആരും ഈ പറഞ്ഞ ഫീസ് എക്സ്ട്രാ ഒന്നും അടയ്ക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. അത് സമയം കണ്ടെത്തും അല്ലേ? സമയം കണ്ടെത്തും. ലൈവായിട്ടും റെക്കോർഡ് ക്ലാസ് കിട്ടും. ഇത് ലൈവ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഏർലി മോർണിംഗ് തന്നെ റെക്കോർഡ് ക്ലാസ്. ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് തന്നെ ഞാൻ പറഞ്ഞ ആവശ്യം അറിയാമല്ലോ, 4 മണിക്ക് 5 കിട്ടാറുണ്ടല്ലോ, 4 മണിക്ക് 5 മണിക്ക് കിട്ടാറുണ്ട്. ആണോ ആണോ? പക്ഷേ നിങ്ങളെല്ലാവരും ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂ. അതിന് ശരി, ഞാൻ മടിക്കും. ഓക്കെ, ഞാൻ മടിക്കും. ഓക്കെ, ചോദിക്കുമായിരിക്കില്ലേ? ചോദിക്കും, സ്ട്രിക്റ്റ് ചോദിക്കണം. സാർ എപ്പോഴാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ? എപ്പോഴാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ? അന്ന് പറഞ്ഞല്ലേ, എന്നായിരിക്കും? ചോദിക്കില്ലല്ലോ. എങ്കിൽ സിസ്റ്റം വൈസ് ആയിട്ട് ഒക്കെ വെച്ചാൽ എപ്പോഴും വെച്ചാലും ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഇല്ലേ, കഴിഞ്ഞ DHS DM ഒക്കെ രാവിലെ 5 മണി ക്ലാസ് അറിയാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് വച്ചിട്ടില്ല. കഴിഞ്ഞ DHS DM ഒക്കെ രാവിലെ 5 മണി ക്ലാസ് ഉണ്ടായിരുന്നു. 5 മണിക്ക് 4 മണിക്ക് ഉണ്ടായിരുന്നു. അതിൽ പലർക്കും അറിയാം, അതൊക്കെ അറിയാം. രാവിലെ 5 മണിക്കും 4 മണിക്കും ഉണ്ട് ക്ലാസ്. രാവിലെ 4 മണിക്ക് ഏർലി മോർണിംഗ് 4 മണി ക്ലാസ് ഉണ്ടായിരുന്നു. വെക്കട്ടെ വെക്കട്ടെ വച്ചാൽ പഠിക്കൂ. പക്ഷെ വച്ചാൽ വന്ന് അറ്റൻഡ് ചെയ്യണം. ഞാനൊരു ആ ക്ലാസ് ഒരിക്കൽ വച്ചു കഴിഞ്ഞാൽ വന്ന് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ വീണ്ടും കൊടുക്കത്തുള്ളൂ. ഒരിക്കൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് കൊടുക്കത്തുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? വേണ്ടേ? സോ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ടോട്ടൽ 4 ലങ് വോളിയം പഠിച്ചില്ലേ? ടോട്ടൽ 4 ലങ് വോളിയം പഠിച്ചോ? തൊട്ട് മുൻപായിട്ട് 4 ലങ് വോളിയം പഠിച്ചു. അത്രയും മനസ്സിലായല്ലോ. ടോട്ടൽ 4 ലങ് വോളിയം മനസ്സിലായല്ലോ. ഞാൻ എല്ലാം സെപ്പറേറ്റ് പഠിപ്പിക്കും, ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. അതാണ് ചെറിയ ബ്രേക്ക് കൊടുത്തത്. ഇത് ലങ് വോളിയം മാത്രം ഒരു ചാപ്റ്റർ, ലങ് വോളിയം മാത്രം ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് പഠിച്ചല്ലോ. എല്ലാവരും ഇത് ലങ് വോളിയം മാത്രം ഒരു ചാപ്റ്റർ പഠിച്ചോ. എല്ലാവരും ഇത് ലങ് വോളിയംസ് മാത്രം. ഏതൊക്കെ ലങ് വോളിയംസ് ഉണ്ട്? ഏതൊക്കെ ലങ് വോളിയംസ് ഉണ്ട്? IRV, ERV, ടൈഡൽ വോളിയം, എന്താ അതൊക്കെ? ലങ് വോളിയംസ് അല്ലേ? ടൈഡൽ വോളിയം ആയാലും ERV ആയാലും റെസിഡൽ വോളിയം ആയാലും എല്ലാം ലങ് വോളിയംസ് അല്ലേ കുഞ്ഞെ? ലങ് വോളിയംസ് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? IRV ആയാലും ERV ആയാലും റെസിഡൽ വോളിയം ആയാലും ടൈഡൽ വോളിയം ആയാലും ലങ് വോളിയംസ് അല്ലേ? ലങ് വോളിയംസ് അല്ലേ? ആണ്. ഇനി നമ്മൾ സെക്കൻഡ് സെക്ഷനായിട്ട് അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യം ഇതെല്ലാം കപ്പാസിറ്റീസ് ആണ്. കാരണം ഇത്രയും വർഷമായിട്ട് ഇത് കപ്പാസിറ്റീസും വോളിയംസും നിങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കുന്നതല്ലേ? വർഷങ്ങളായിട്ട് കപ്പാസിറ്റീസും വോളിയംസും മിക്സ് ചെയ്ത് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ പഠിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ചാപ്റ്ററായിട്ട് ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു? ലങ് വോളിയംസ് പഠിപ്പിച്ചത്. കിട്ടിയോ? എനിക്ക് പറഞ്ഞേ, എന്താ 3300 എന്ന് പറഞ്ഞാരാ? 3300 എന്ന് പറയുന്ന ആരാ?
3300 IRV ആണോ, ERV ആണോ, ടൈഡൽ വോളിയം ആണോ, റെസിഡുവൽ വോളിയം ആണോ? ആരാ 3300? 3300 ആരാടെ? IR 1200 ആരാ? 1200 ആരാ? 1200 ആരാ? റെസിഡുവൽ വോളിയം. 4200 ആരാ? 4200 ആൽവിയോളാർ വെന്റിലേഷൻ ആണോ? ആണോ? ആരാ? 500 ml ആരാ? 500 ml ആരാ? ടൈഡൽ വോളിയം ആണോ? ആണോ? 6000 ആരാ? 6000 ml ആരാ? 6000 ആരാ? 6000. ദ മിനിറ്റ് വെന്റിലേഷൻ വാല്യൂസ് എക്സാം പഠിച്ചല്ലോ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പിന്നെ പറയുകയാണ്. ഒരാൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് എന്റെ മാക്സിമം കൊടുക്കും. എന്റെ എന്താണ് അവസാനം ബ്രത്ത് വരെ, ഈ പറഞ്ഞ നമ്മൾ പഠിക്കും പോലെ അവസാനം ബ്രത്ത് വരെ എന്താണ് മാക്സിമം കൊടുക്കും. പഠിക്കുക, എന്റെ ലാസ്റ്റ് ബ്രത്ത് കൊടുക്കും. പഠിക്കുക, സ്റ്റഡി. ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ എന്താ? എന്തായിരിക്കും? 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 ലങ് എത്ര പഠിച്ചു? ലങ് വോളിയം എത്ര പഠിച്ചു? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? ദ ലങ് വോളിയം 4 പഠിച്ചു അല്ലേ? ദ ലങ് വോളിയം 4 പഠിച്ചു. അതുപോലെ ദ ലങ് കപ്പാസിറ്റി 5 എണ്ണം പഠിക്കാറുണ്ട്. ദ ലങ് വോളിയം 4 എണ്ണം പഠിച്ചല്ലേ? ദ ലങ് വോളിയംസ് 4 എണ്ണം പഠിച്ചു. അതുപോലെ തന്നെ ദ ലങ് കപ്പാസിറ്റീസ് 5 എണ്ണം പഠിക്കാനുണ്ട്. 5 ലങ് കപ്പാസിറ്റി അറിയാവോ? വേറെയാവോ? ദ ലങ് വോളിയം 4 ഉണ്ട്. ദ ലങ് വോളിയം 4 പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ. IRV, ERV, ടൈഡൽ വോളിയം, വേറെ ഇതുണ്ട് റെസിഡുവൽ വോളിയം അല്ലെ? IRV, ERV, ടൈഡൽ വോളിയം, റെസിഡുവൽ വോളിയം. ഞാനിപ്പോ പറഞ്ഞ മനസ്സിലാവും. വാല്യൂസ് കിട്ടിയല്ലോ. 500 ആരാ? 500 ml ആരാ? 500 ml ആരാ? 500 ml ആരാ? ടൈഡൽ വോളിയം. 3300 ആരാ? 3300 ml ആരാ? 3300 IRV. 1200 ml ആരാ? 1200 ml ആരാ? റെസിഡുവൽ വോളിയം. റെസിഡുവൽ വോളിയം അല്ലേ? 1000 ml ആരാ? 1000 ml ആരാ? ERV അല്ലേ? ERV കിട്ടുന്നുണ്ടോ? കിട്ടി. സോ സ്റ്റഡി ചെയ്യാം. അടുത്ത ചാപ്റ്റർ ആണ് ലങ് കപ്പാസിറ്റീസ്. അതിനകത്ത് 5 എണ്ണം പഠിക്കാനുണ്ട്. ഇത് ലങ് വോളിയം ആണെങ്കിൽ 4 എണ്ണം പഠിച്ചു, ശരിയല്ലേ? ഇത് ലങ് വോളിയം 4 എണ്ണം പഠിച്ചു. ലങ് കപ്പാസിറ്റിക്ക് 5 എണ്ണം പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഇസ് വൈറ്റൽ കപ്പാസിറ്റി. എന്താ VC അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ അതെങ്ങനെ നോക്കുന്നത്? എന്ത് വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി, ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റി എങ്ങനെയാ നോക്കുന്നത്? ആർക്ക് പറയാം? സിമ്പിൾ തരിക. അതെങ്ങനെ നോക്കുന്നത്? ഒരു മാക്സിമം ഇൻസ്പിറേഷൻ ശേഷമാണോ, ഒരു മാക്സിമം എക്സ്പിറേഷൻ ശേഷമാണോ? വൈറ്റൽ കപ്പാസിറ്റി നോക്കുന്നത് ഒരു മാക്സിമം ഇൻസ്പിറേഷൻ ശേഷമാണോ, മാക്സിമം എക്സ്പിറേഷൻ ശേഷമാണോ? അതാ ഫസ്റ്റ് ചോദ്യം. ഇൻസ്പിറേഷൻ. ശരിയാണ്. ആണോ? ഒരു നോർമൽ ഇൻസ്പിറേഷൻ ശേഷം നമ്മൾ മാക്സിമം അകത്തേക്ക് വലിച്ചെടുക്കുന്നു അല്ലെ? ശേഷം മാക്സിമം ഇത് എക്സ്ഹേൽ ചെയ്യുന്നുണ്ടോ? ശേഷം മാക്സിമം എക്സ്ഹേൽ ചെയ്യാൻ പറ്റുന്ന എയറിനെ പറയുന്ന പേരെന്താ? ഒരു പറഞ്ഞ നോർമൽ ഇൻസ്പിറേഷൻ ശേഷം മാക്സിമം എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന എയറിനെ പറയുന്ന പേരെന്താ?
ഒരു നോർമൽ ഇൻസ്പിറേഷൻ ശേഷം മാക്സിമം എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന എയറിനെ പറയുന്ന പേരെന്താ? ഒരു നോർമൽ ഇൻസ്പിറേഷൻ ശേഷം മാക്സിമം എക്സേൽ ചെയ്യാൻ പറ്റുന്ന എയറിനെ പറയുന്ന പേരെന്താ? എന്തായിരിക്കും? എന്തായിരിക്കും? ടോട്ടൽ എമൗണ്ട് പേര് പറയുന്ന പേരെന്താ? ടോട്ടൽ എയർ എമൗണ്ട് ഇതാ മാക്സിമം എക്സീൽ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരെന്താ? ഇൻസ്പിറേഷൻ. മാക്സിമം ഇൻസ്പിറേഷൻ പുറത്തേക്ക് കളയുന്ന എയറിനെ പറയുന്ന പേരെന്താ? വൈറ്റൽ കപ്പാസിറ്റി ആണോ? വൈറ്റൽ കപ്പാസിറ്റി ആണോ? ആലോചിച്ചുകൂടെ? മാക്സിമം ഇൻസ്പയർ ചെയ്യുന്നു, ശേഷം ഇത് എക്സീൽ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയർ എന്താ? വൈറ്റൽ കപ്പാസിറ്റി അല്ലേ? വൈറ്റൽ കപ്പാസിറ്റി അല്ലേ? എങ്കിൽ എന്താണ് നോർമൽ വൈറ്റൽ കപ്പാസിറ്റി? നോർമൽ വൈറ്റൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാ? ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഇത് ലങ് വോളിയത്തിനകത്ത് അവിടെ എന്തൊക്കെ യൂസ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ വൈറ്റൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തൊട്ട് മുമ്പേ പഠിച്ചത് ലങ് വോളിയത്തിനകത്ത് എന്തൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി ആയിട്ട് നോക്കുന്നത്? ടൈൽ വോളിയം ഉണ്ടോ? വൈറ്റൽ കപ്പാസിറ്റിക്കകത്ത് ടൈൽ വോളിയം ഉണ്ടോ? ടൈഡൽ വോളിയം ഉണ്ടോ? ഉണ്ട്. എത്രയാ? 500 ml അല്ലേ? 500 ml അല്ലേ? 500. അതിന് IRV ഉണ്ടോ? IRV ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിന് ERV ഉണ്ടോ? ERV ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇതിനകത്ത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. നമ്മൾ നോർമൽ എടുക്കുന്ന എയർ ഏത് പറഞ്ഞ പേരെന്താ? നോർമലി എടുക്കുന്ന എയർ ഏതാ? IRV ആണോ, ERV ആണോ, TD ആണോ? ടൈഡൽ വോളിയം ആണോ? നോർമലി എടുക്കുന്ന എയർ ഏതാ? ടൈഡൽ വോളിയം. അതുണ്ടല്ലേ. നോർമലി നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയർ ആയ ടൈഡൽ വോളിയം ഉണ്ട്. ഇനി മാക്സിമം എടുക്കുന്ന എയർ ഏതാ? മാക്സിമം എടുക്കുന്ന എയർ ഏതാ? IRV അല്ലേ? അതുമില്ലേ. മാക്സിമം എടുക്കുന്ന എയർ ഏതാ? IRV. അതുമുണ്ട്. ഇനി ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാൻ ഏതാ? ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാൻ ERV. അതുകൊണ്ടല്ലേ. അപ്പൊ നോർമലി എടുക്കുന്ന ERV ടൈഡൽ വോളിയം ഉണ്ട്. മാക്സിമം ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് കളയുന്ന എയർ ആയ എന്തുണ്ട്? ERV ഉണ്ട്. മാക്സിമം അകത്തേക്ക് എടുക്കുന്ന എയർ ആയ IRV ഇല്ലേ? എങ്കിൽ 500+, ബാക്കി പറഞ്ഞേ, ടൈഡൽ വോളിയം പ്ലസ് 3300 1700 എന്തായിരിക്കും ഇവിടെ? 4800 ml അല്ലേ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ വെരിസലം ടൈഡൽ വോളിയം എത്രയാ? എത്ര ടൈഡൽ വോളിയം? 500 ആണോ? 500. അതിന് 3300 എന്താ? 3300 എന്താ? ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം. തൊട്ട് മുൻപത്തെ ചാപ്റ്റർ പഠിച്ചാണ്. തൊട്ട് മുൻപത്തെ ചാപ്റ്റർ 1100 എന്താ?
ആരും പോയില്ലേ? ആരും പോയില്ലേ? കറണ്ട് പ്രശ്നമുണ്ടോ? കറണ്ട് പ്രശ്നമുണ്ടോ? ആരും പോയില്ലേ? ആരും പോയില്ലേ? ആരും പോയില്ലേ? അത് പോകൂടെ? അത് പോയി ഉറങ്ങിക്കൂടെ? ഒന്ന് പോയിക്കിട്ട് ഉറങ്ങിക്കൂടെ? അല്ലേ? പോവില്ലല്ലേ? ഞാൻ പോവില്ലല്ലേ? അറിയാം, ഞാൻ വരുമെന്ന് അറിയാല്ലേ? ഞാൻ വരുമെന്ന് അറിയാല്ലേ? പോവില്ലല്ലേ? ഞാൻ വരുമെന്ന് അറിയാം. അങ്ങനെ പോവില്ല. ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് പോവും. ഞാൻ വരുമെന്ന് അറിയാല്ലേ? എന്ത് കറണ്ട് പോയാലും വരുമെന്ന് അറിയാല്ലേ? അറിയാം. പോരുത്, പോരുത്. അപ്പൊ എത്ര വാല്യൂ എത്രയാ? നോർമൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാ? നോർമൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാ? നോർമൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാ? IRVയും ERVയും ടൈഡൽ വോളിയം കൂട്ടുമ്പോൾ കിട്ടും. IRVയും ERVയും ടൈഡൽ വോളിയം കൂട്ടുമ്പോൾ 4800 ml കിട്ടും. 4800 കിട്ടും. സോ ഒരു മാക്സിമം ഇൻസ്പിറേഷൻ ശേഷം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മാക്സിമം എമൗണ്ട് പറയുന്നത് എന്താ? മാക്സിമം ഇൻസ്പിറേഷൻ ശേഷം, ഒരു മാക്സിമം ഇൻസ്പിറേഷൻ ശേഷം, നോർമൽ ഇൻസ്പിറേഷൻ ശേഷം അകത്തേക്ക് വലിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് മാക്സിമം എക്സേൽ ചെയ്ത് പറഞ്ഞത് എന്താ? വൈറ്റ് കപ്പാസിറ്റി ആണോ? വൈറ്റ് കപ്പാസിറ്റി ആണോ? എത്ര വലിയ? എത്ര? നോർമൽ 4800 ml ആയി. ലങ് കപ്പാസിറ്റിക്കകത്ത് ഫസ്റ്റ് പഠിച്ച കാര്യം വൈറ്റൽ കപ്പാസിറ്റിയാണ്. സെക്കൻഡ് ഏതാ? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. രണ്ടാമത് വരുന്ന ആളാരാ? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ചോദിക്കട്ടെ, ടൈഡൽ വോളിയവും IRVയും ERVയും തമ്മിൽ അത് ചേരുമെന്ന് പറയാം. IRVയും ERVയും ടൈഡൽ വോളിയം തമ്മിൽ ചേരുമ്പോൾ പറയുന്ന പേരെന്താ? എന്ത് പറയാം? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി. IRVയും ERVയും ടൈഡൽ വോളിയം തമ്മിൽ ചേരുമെന്ന് പറയാം. വൈറ്റൽ കപ്പാസിറ്റി 4800. അപ്പൊ 1000 വരാടെ. 1000 വരെ ക്വസ്റ്റ്യൻ ചോദിക്കും. 1000 വരെ. 1000 ERV. ERV ആണോ? 1000 ERV. 3300 വരെ. 3300 വരെ IRV. 500 വരെ വൈറ്റ് കപ്പാസിറ്റി. വാല്യൂസ് ചോദിക്കുക, വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് FRC എന്താ? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. കപ്പാസിറ്റി പഠിക്കുന്നത് എന്തായിരിക്കും? FRC എന്താ? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം. ഞാൻ ഒരു നോട്ടും കാണിക്കേണ്ട, ഉത്തരം അറിയാം നിങ്ങൾക്ക്. ഒരു നോട്ടും കാണിക്കേണ്ട, പറയേണ്ട അവസ്ഥയില്ല. നോർമലായിട്ട് ശ്വാസം പുറത്തു വിട്ടെ. നോർമലായിട്ട് ശ്വാസം പുറത്തോട്ട് വിട്ടെ. ഇത് എക്സീൽ ചെയ്തോ? നോർമലായിട്ട് ശ്വാസം ഇത് എക്സേൽ ചെയ്തു. ശേഷം ലങ്സിൽ നിൽക്കുന്ന ഇത് എമൗണ്ട് ഓഫ് എയർ പറയുന്ന പേരെന്താ? നോർമലായിട്ട് ശ്വാസം പുറത്തോട്ട് വിട്ട ശേഷം ലങ്സിൽ നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? നോർമൽ എക്സലേഷൻ ശേഷം ലങ്സിൽ നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? സിമ്പിൾ ഉത്തരം ഫങ്ഷൻ റെസിഡുവൽ വോളിയം. പേര് വലുതാണെങ്കിലും ഉത്തരം ചെറുതല്ലേ? ആ ഒരു പേര് വലുതാ, ഫങ്ഷണൽ റെസിഡുവൽ വോളിയം. വലിയ പേര്, പക്ഷെ ഉത്തരം ചെറുതല്ല. എന്താ? നോർമൽ എക്സലേഷൻ. എയർ പുറത്തോട്ട് വിട്ട ശേഷം ലങ്സിനകത്ത് ബാക്കി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? നോർമൽ എക്സലേഷൻ. നോർമൽ ആയിട്ടുള്ള എക്സലേഷൻ ശേഷം ലങ്സിൽ നിൽക്കുന്ന ബാക്കി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താണ്? ശ്വാസം മുട്ടുന്നു. എന്താണ് വിളിക്കാം? റെസിഡുവൽ വോളിയമാണോ ഫങ്ഷണൽ റെസിഡുവൽ വോളിയമാണോ? റെസിഡുവൽ വോളിയമാണോ ഫങ്ഷണൽ റെസിഡുവൽ വോളിയമാണോ? അതാ ചോദ്യം വരുന്നത്. അതാ ചോദ്യം. കേരള PC എക്സാം പ്രീവിയസ് അതാണ്. ഒരു നോർമൽ ഇത് എക്സ്പിറേഷൻ ശേഷം ലങ്സിൽ ബാക്കി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? നോർമൽ എക്സലേഷൻ ശേഷം ലങ്സിൽ ബാക്കി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? ഫങ്ഷണൽ
റെസിഡൽ വോളിയം എന്ന് പറയാം. അത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും? ഫങ്ഷണൽ റെസിഡൽ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പറഞ്ഞു ERV പ്ലസ് RV ആണോ? ERV പ്ലസ് RV ആണോ? ഇത് IRV പ്ലസ് RV ആണോ? ഇത് ടൈഡൽ വോളിയം പ്ലസ് RV ആണോ? കേരള PC ചോദ്യമാണ്. ERV പ്ലസ് എക്സ്ട്രേറ്റ് റിസർവ് വോളിയം പ്ലസ് റിസർവ് വോളിയം ആണോ? എന്തായിരിക്കും? ERV പ്ലസ് RV അല്ലേ? ERV പ്ലസ് RV എന്ന് പറയുമ്പോൾ എത്ര പേര്? എത്രയാ? 1000 പ്ലസ് 1000 ERV ആയി. ആൻഡ് റിസർവ് വോളിയം എത്രയാ? റെസിഡൽ വോളിയം എത്ര? 1200 അല്ലേ? അപ്പം 1000 1200 എത്ര? 2200 ml എന്തായിരിക്കും? 2200 ml ആണ് ഫങ്ഷണൽ റെസിഡൽ വോളിയം എന്ന് പറയുന്നത്. 2200 ml എപ്പോഴും ഫങ്ഷണൽ റെസിഡൽ വോളിയത്തിന്റെ നോർമൽ വാല്യൂ എന്ന് പറയും. ഫസ്റ്റ് പഠിച്ചത് എന്താ? വൈദ്യുതി കപ്പാസിറ്റി അല്ലേ? വൈദ്യുതി കപ്പാസിറ്റി ആണെങ്കിൽ 4800 അല്ലേ? വൈദ്യുതി കപ്പാസിറ്റി ആണെങ്കിൽ 4800 ml ഫങ്ഷൻ റെസിഡൽ വോളിയം ആണെങ്കിൽ 2200 ml. ക്ലിയർ ആയോ? ഇനി അടുത്ത മൂന്നാമത്തെ കപ്പാസിറ്റി ഏതാ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ? ഇൻസ്പിറേറ്ററി ഉണ്ടോ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പഠിക്കാനുണ്ടോ? ഉണ്ട്. എന്റെ ചോദ്യം ഇതാണ്. നോർമൽ എക്സലേഷൻ ലങ്സിൽ തങ്ങി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? നോർമൽ എക്സലേഷൻ ശേഷം ലങ്സിൽ തങ്ങി നിൽക്കുന്ന എയറിനെ പറയുന്ന പേരെന്താ? ഇൻസ്പിറേറ്ററി ആണോ എക്സ്പിറേറ്ററി ആണോ? നോർമൽ എക്സലേഷൻ ശേഷം വോളിയം ലങ്സിൽ എത്രയുണ്ട് എന്ന് വിളിക്കാം. ഇൻസ്പിറേറ്ററി ആണോ എക്സ്പിറേറ്ററി ആണോ? എക്സ്പിറേറ്ററി അല്ലേ? ആണോ? ഫങ്ഷണൽ റിസൾട്ട് ആണോ? ഞാൻ പല കാര്യം മാറ്റി പറയും, പല കാര്യം മാറ്റി ചോദിക്കും. നോർമൽ എക്സലേഷൻ ശേഷം ലങ്സിൽ ബാക്കി നിൽക്കുന്ന ഏതാ? നമ്മൾ FRC അല്ലേ അത്? കുഞ്ഞെ FRC അല്ലേ? ഞാൻ അത് മാത്രം ചോദിക്കൂ എന്ന് പഠിക്കരുത്. ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കും. നോർമൽ എക്സലേഷൻ ശേഷം ലങ്സിൽ തങ്ങി നിൽക്കുന്ന വോളിയം എന്താ? നോർമൽ എക്സലേഷൻ ശേഷം ലങ്സിൽ തങ്ങി നിൽക്കുന്ന വോളിയം എന്താ? പറഞ്ഞേ. അല്ലാതെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം മാത്രം പറയും പ്രതീക്ഷിക്കണ്ട. ഞാൻ പ്രീവിയസ് ചോദിക്കും. അടുത്ത് പറയാൻ പോകുന്ന കാര്യം മാത്രം പറയുമെന്ന് പഠിക്കണ്ട. പറഞ്ഞേ. നോർമൽ എക്സലേഷൻ ശേഷം ബാക്കി നിൽക്കുന്ന ലങ്സിലെ വോളിയം എന്താ? FRC, ഫങ്ഷണൽ റെസിഡൽ വോളിയം ആണ്. മറക്കരുത്. നോർമൽ എക്സലേഷന് ശേഷം ലങ്സിൽ തങ്ങി നിൽക്കുന്ന എയർ നമ്മൾ FRC എന്ന് പറയും. ക്ലിയർ ആയോ? FRC നോർമൽ എത്രയാ? 2200 ml. നോർമൽ 2200 ml ആണ് FRCയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണെങ്കിൽ മൂന്നാമത്തിലോട്ട് പോവാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തോന്നാം നാം പഠിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണോ? റെസ്പിറേറ്ററി സിസ്റ്റം ആണോ പഠിക്കുന്നത്? അല്ലല്ലോ. ഫൗണ്ടേഷൻ അല്ലേ? ഫൗണ്ടേഷൻ എന്താ പഠിക്കുന്നത്? ഫിസിക്കൽ അസസ്മെന്റ് അല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലേ? ഈ പറഞ്ഞ ഫിസിക്കൽ അസസ്മെന്റ് പഠിക്കുന്നതിന്റെ പല സിസ്റ്റങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങൾ പഠിക്കില്ലേ? ഫിസിക്കൽ അസസ്മെന്റിനകത്ത് തന്നെ പല സിസ്റ്റങ്ങൾ പഠിക്കുന്ന പല കാര്യം ഒരുമിച്ച് പഠിക്കില്ലേ? അതാണ്. അല്ലേടെ പതിനൊന്നായി അല്ലേ? നോക്കാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? അടുത്ത നാളെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്താ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും?
നിങ്ങളുടെ മനസ്സിൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ഓർമ്മ വരും? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്ത് ഓർമ്മ വരും? പറഞ്ഞു. പച്ച മലയാളത്തിൽ പറഞ്ഞാരെങ്കിലും ആരെങ്കിലും മലയാളത്തിൽ പറഞ്ഞ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്ത് തോന്നും? എന്തോ ഒരു എക്സ്പ്രേഷൻ അവിടെ വലിച്ചു കയറ്റാൻ പറ്റുന്ന എയറാണോ? മാക്സിമം എയറാണോ? ഒരു നോർമൽ എക്സ്പ്രേഷൻ, ഒരു നോർമൽ എക്സ്പ്രേഷൻ, നോർമൽ എക്സ്പ്രേഷൻ. ആ വാക്ക് മറക്കണം. നോർമൽ എക്സ്പ്രേഷന് ശേഷം വലിച്ചകത്തേക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ പറയുന്ന പേരെന്താ? നോർമൽ എക്സ്പ്രേഷൻ. പുറത്ത് പറഞ്ഞു ശേഷം മാക്സിമം എടുത്തു, അത് പറഞ്ഞ പേരെന്താ? നോർമലായിട്ട് പുറത്ത് കളഞ്ഞു ശേഷം വലിച്ച് മാക്സിമം ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറെന്താ? എന്റെ ശ്വാസം പോകുന്നു. എന്താ? ഏതാ? ഏതാ? നോർമൽ എക്സ്പ്രേഷൻ ശേഷം നമുക്ക് വലിച്ച് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ എന്താ? ഇൻസ്പിറേറ്റഡ് കപ്പാസിറ്റി അല്ലേ? കപ്പാസിറ്റി ഉണ്ടോ? കപ്പാസിറ്റി ഉണ്ടോ? നോക്കിയേ. ശ്വാസം എടുത്ത് കിടക്കില്ല കേട്ടോ. ശ്വാസം എടുത്ത് അവിടെ രാത്രി വീഴരുത്. ഹോസ്റ്റൽ കൊണ്ടുപോകാൻ ഞാൻ കാണൂല. അവസാനം വാർത്തയിൽ വരും ഈ പറഞ്ഞ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിനിടയിൽ സ്റ്റുഡന്റ് എന്താണ് ശ്വാസം എടുത്ത് മരിച്ചു അല്ലേ? ശരിയല്ലേ? ഈ ഇടയ്ക്ക് ശരിയല്ലേ? ശ്വാസം എടുത്ത് വെക്കരുത്. കേൾക്കുന്നുണ്ടോ? സാറിന്റെ പേര് പറയാമല്ലോ. സാറിന്റെ പേരും വരാം. പറയണം, അങ്ങനെ പറയണേ. സാറിന്റെ പേരും വരാം, നമ്മുടെ പേര് മാത്രം പറയരുത് അല്ലേ? സാറ് വരാം അല്ലേ? വന്നതേ നോർമൽ എക്സ്പ്രേഷൻ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ഭാഗത്തേക്ക് അടിച്ചെടുത്ത് വലിച്ചു വെച്ചു എന്ന് വിളിക്കാം. എന്ത് കപ്പാസിറ്റിയാ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ? എങ്കിൽ അവിടെ എന്തൊക്കെ വാല്യൂ കൂട്ടും നമ്മൾ? ടൈഡൽ വോളിയം IRVയും കൂട്ടുമോ? ടൈഡൽ വോളിയം IRVയും കൂട്ടുമോ? എങ്കിൽ എത്ര നോർമൽ ടൈഡൽ എത്രയാ? 500 നോർമൽ ടൈഡൽ വോളിയം. IRV ആണെങ്കിൽ അത് 330 ആണോ 3300 ആണോ? അവിടെ കൺഫ്യൂഷൻ വരും. 330 ആണോ? ചോദ്യ പേപ്പർ അത് 330 കൊടുക്കും, 3300 കൊടുക്കും. ഏതാണ്? കഴിഞ്ഞ എക്സാമില്ലേ, കഴിഞ്ഞ എക്സാമിന് സ്പെഷ്യൽ കാറ്റഗറി എക്സാം ചോദിച്ച പ്രതിയായിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് 3300 ഉണ്ടായിരുന്നു, 330 ഉണ്ടായിരുന്നു. അതായിരിക്കും കഴിഞ്ഞ എക്സാമിന് ആ ക്വസ്റ്റ്യൻ ഇട്ട ആള് 3300 ഉണ്ടായിരുന്നു, 330 ഉണ്ടായിരുന്നു. എന്തായിരിക്കും? 3300 അല്ലേ? 3300 അല്ലേ? എത്ര കിട്ടും? എത്ര കിട്ടും? നോർമൽ ഇൻസ്പിറേഷൻ ശേഷം ടൈഡൽ വോളിയം 500 ഉണ്ട്. IRV മാക്സിമം വലിച്ചെടുപ്പ് എത്രയാ? നോർമൽ ഇൻസ്പിറേഷൻ ശേഷം ടൈഡൽ വോളിയം 500 എടുക്കാം, പ്ലസ് മാക്സിമം വലിച്ച് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന IRV 3300 ഉണ്ടെങ്കിൽ നോർമൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എത്രയാ? 3800 ml. നോർമൽ 3800 ml. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. അവിടുത്തെ ക്ലാസ്സിന് ശേഷം സ്റ്റഡി നോട്ടിൽ വാല്യൂസ് എഴുതിക്കുമല്ലോ. സ്റ്റഡി നോട്ടിൽ വാല്യൂസ് മാത്രമല്ല, ഇത് IRV എന്താണ്, IC എന്താണ്, ഇത് ചെറിയ ഷോർട്ട് ഫോം ഇല്ലേ? ഇത് IC = TV + IRV ഇല്ലേ? അത് മാത്രം എഴുതിയിട്ടുള്ളൂ. IC = TV + IRV. അത് മാത്രവും അത് നോർമൽ വാല്യൂസ് മാത്രം എഴുതിയിടും കേട്ടോ. അത് മാത്രം എഴുതി മതി കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടെ ഹെഡിങ്ങും ഹെഡിങ്ങും വാല്യൂസും ആ ഒരു ഫോർമുല അല്ലേ, അത് മാത്രം കുറിച്ചിട്ടാൽ മതി. ബാക്കി ഒന്നും എഴുതരുത്, നോട്ട് എഴുതരുത്. സോ അവസാനം പഠിക്കുന്ന കാര്യം എന്താ? ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം എന്താ? ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റിയാണ് നമ്മൾ കപ്പാസിറ്റി ആണ് പഠിക്കുന്നത്. എന്തായിരിക്കും ടോട്ടൽ ലങ് കപ്പാസിറ്റി? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ലങ്ങിനെ മാക്സിമം ഇൻഫ്ലേഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ആണോ? ലങ്ങിനെ മാക്സിമം ഇൻഫ്ലേഷൻ ചെയ്യപ്പെടുന്ന കപ്പാസിറ്റി ആണോ?
ആണോ? ലങ്ങിനെ മാക്സിമം ആയിട്ട് ഇൻഫ്ലേഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി പറയുന്നത് എന്താ? ലങ്സിനെ മാക്സിമം ആയിട്ട് ഇൻഫ്ലേഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്താ? ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലേ? ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലേ? ലങ്ങിനെ മാക്സിമം ആയിട്ട് ഇൻഫ്ലേഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്താ? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയാം. എങ്കിൽ ഫോർമുല എന്താ? ചോദ്യം വരും. ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു നോർമൽ എത്രയാ? നോർമൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി എത്രയായിരുന്നു കഴിഞ്ഞ എക്സാം ചോദ്യം? 1000 ആണോ, 2000 ആണോ, 4000 ആണോ, 6000 ആണോ? കഴിഞ്ഞ എക്സാം ചോദ്യം ഇതായിരുന്നു. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ എത്രയാ? ആലോചിച്ച് പറഞ്ഞേ. ഒരു ലങ്സിന് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എയറിനെയല്ലേ പറയുന്നത്? ശരിയല്ലേ? ഒരു ലങ്സിന് മാക്സിമം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ടോട്ടൽ. ഇതിൽ എത്രയാ? 6 എത്രയാ? റസൽ വോളിയം എത്രയാ? 1200 ആണോ? റസൽ വോളിയം 1200 ആണോ? ആൻഡ് എക്സ്പ്രസ് റസൽ വോളിയം എത്രയാ? 1000. ആൻഡ് ടൈൽ വോളിയം എത്രയാ? 500. IR എത്രയാ? 3300. ടോട്ടൽ എത്രയാ? 6000 ml ആണോ? ലങ്സിന് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയാ? 6000 ml അല്ലേ? മാക്സിമം എത്രയാ? മാക്സിമം എയർ 6000 ml ആണ് ലങ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലേ? യെസ്. സോ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാ? ഇന്ന് പഠിച്ചു കഴിയുന്ന ലങ് കപ്പാസിറ്റീസ് മാത്രമാണോ? ആ ലങ് വോളിയം പഠിച്ചോ? ലങ് വോളിയം ആൻഡ് ലങ് കപ്പാസിറ്റി സെപ്പറേറ്റ് പഠിച്ചോ? ലങ് വോളിയം ആൻഡ് ലങ് കപ്പാസിറ്റി സെപ്പറേറ്റ് പഠിച്ചോ? ചോദ്യം ഇതാണ്. നമ്മൾ 6000 ഇത് ml അവിടെ പഠിച്ചു. അവിടെ 6000 ml അവിടെ പഠിച്ചു. 6000 ml അവിടെ പഠിച്ചു. ആദ്യം പഠിച്ചു. ഇൻ ദ മിനിറ്റ് വെന്റിലേഷൻ പഠിച്ചല്ലേ? ആൻഡ് ദ മിനിറ്റ് വെന്റിലേഷൻ പഠിച്ചോ? ശേഷം ആൽവിയോളർ വെന്റിലേഷൻ എത്രയാ? ആൽവിയോളർ വെന്റിലേഷൻ നോർമൽ എത്രയാ? 4200. അടുത്ത ചോദ്യം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം നോർമൽ എത്രയാ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം നോർമൽ എത്രയാ? 3300. ആണോ? ആണ്. റിസർവ് വോളിയം എത്രയാ? റിസർവ് വോളിയം നോർമൽ എത്രയാ? 1200. ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം നോർമൽ എത്രയാ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം നോർമൽ എത്രയാ? 1000 ആണോ? ഇനി ആൻഡ് 3300 ml എന്താ പഠിച്ചത്? 3300 ml എന്ത് പഠിച്ചു? IR. 1200 ml എന്ത് പഠിച്ചു? 1200 ml എന്താ പഠിച്ചത്? റിസർവ് വോളിയം. ആണോ? 4800 ml എന്താ പഠിച്ചത്? 4800 ml എന്താ പഠിച്ചത്? 4800 ml എന്താ പഠിച്ചത്? വൈറ്റൽ കപ്പാസിറ്റി. അതിൽ 1100 ml എന്താ? 1100 ml എന്താ? 1100 ml ആണെങ്കിൽ എന്താ? 1100 ml ആണെങ്കിൽ റെസിഡുവൽ വോളിയമാണോ? ആണോ? ആൻഡ് 3300 എന്താ?
അത് 3300 ml എന്താ വാല്യൂ ചോദിക്കും. അതാ വീണ്ടും ചോദിക്കുന്നത്. IRV 500 എന്താ 500 എന്താ വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റിയും അത് 3300ഉം 1100 ചേർക്കുമ്പോൾ 4800 വരുന്ന വാല്യൂ ഏതാ? റെസിൽ വോളിയം ആണോ, IRV ആണോ, ERV ആണോ, വൈറ്റൽ കപ്പാസിറ്റി ആണോ, ടോട്ടൽ ലങ് വോളിയം എന്താ? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി ചോദിക്കും. 2200 എന്താ? ERVയും RVയും കൂട്ടുന്ന 2200 എന്താ? ERVയും RVയും കൂട്ടുന്ന 2200 എന്താ? ERVയും RVയും കൂട്ടുന്ന 2200 എന്താ? ഫങ്ഷണൽ റെസിൽ വോളിയം അല്ലേ? 1000ഉം 1200 അല്ലേ? ERV 1000, റെസിൽ വോളിയം 1200 ചേർക്കുമ്പോൾ 2200 പറഞ്ഞ എന്താ? ഫങ്ഷണൽ റെസിൽ വോളിയം. വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് 3800 ml എന്താ? 3800 ml എന്താ? 3800 ml എന്താ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണോ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണോ? ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടുമ്പോൾ എത്ര കിട്ടും? ടൈഡൽ വോളിയം എത്രയാ? 500. ടൈഡൽ വോളിയം 500ഉം ഇൻസ്പിറേറ്ററി റിസർവ് എത്രയാ? 3300 ചേർക്കുമ്പോൾ 3800 കിട്ടുന്നത് എന്താ? എന്താ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ? കപ്പാസിറ്റി അല്ലേ? 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 6000 ml വരുന്നുണ്ട്. 6000 ml വരുന്നത് 6000 ml ആയ 1200 എന്താ? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പഠിച്ചു. 1200 എന്താ? റെസിൽ വോളിയം ആണോ? റെസിൽ വോളിയമായ 1200 പ്ലസ് ERV എത്രയാ? ERV എത്രയാ? 1000 ആണോ? ERV 1000. ആൻഡ് ടൈൽ എത്രയാ? 500. 1200ഉം 1000ഉം 500ഉം 3300 കൂടാൻ പോയല്ലേ ഇത് വരുന്നത്? 6000 ml കിട്ടുന്നത് ടോട്ടൽ ലങ് കപ്പാസിറ്റി. സോ ഇന്ന് പഠിച്ചത് ലങ് കപ്പാസിറ്റീസും ലങ് വോളിയം കിട്ടിയോ? ഫിസിക്കൽ അസസ്മെന്റിനകത്ത് ലങ് വോളിയം ലങ് കപ്പാസിറ്റിയും എന്ന ചാപ്റ്റർ കിട്ടിയോ? ഫിസിക്കൽ അസസ്മെന്റിനകത്ത് ലങ് വോളിയം ലങ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. നാളത്തേക്ക് വെക്കാൻ വേണ്ടി ഒന്നും ബാക്കിയില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി 9 മണി തൊട്ട് സമയം 11:10 സമയം മണിക്കൂറായില്ലേ? 2 മണിക്കൂറായില്ലേ? 2 മണിക്കൂർ 10 മിനിറ്റ് ആയില്ലേ? പറയാൻ കാരണം ഇതാ, ഇമ്പോർട്ടന്റ് ആണ് ചോദ്യം ചോദിക്കുക. പക്ഷെ ചോദ്യം പറഞ്ഞ എപ്പോഴും റെസ്പിറേറ്ററിൽ നിന്നായിരിക്കും. പക്ഷെ പഠിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്താണ്. ഞാൻ പഠിപ്പിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്താണ്. പക്ഷെ ചോദ്യം വരുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്തായിരിക്കും. പക്ഷെ പഠിപ്പിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഫിസിക്കൽ അസസ്മെന്റിനകത്ത് ചാപ്റ്ററിനകത്ത് പഠിപ്പിക്കുന്നത്. ഇത് ക്ലിയർ? കിട്ടിയോ? യെസ്. സോ നമുക്ക് ബാക്കി അടുത്ത ദിവസം കാണാം. സോ താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കുക. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോയി ഉറങ്ങട്ടോ. സമയം ഉറങ്ങട്ടോ. സമയത്ത് ഉറങ്ങുക.